السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين والمؤمنين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن. وما زلنا نتدبر آيات من سورة البقرة. وقفنا نهاية الآية كم؟ 30 بعد 200. واليوم سنتحدث من آية 31 بعد 200 إلى آية 33 بعد 200 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا طلقتم النساء فبلغن أجلهن فأمسكوهن بمعروف أو سرحوهن بمعروف ولا تمسكوهن ضرارا لتعتدوا ومن يفعل ذلك فقد ظلم نفسه ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. وإذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف ذلك يوعظ به من كان منكم يؤمن بالله واليوم الآخر ذلكم أزكى لكم وأطهر والله يعلم وأنتم لا تعلمون. والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സംഗതികൾ, അള്ളാഹ് നമുക്ക് ഇറക്കി തന്നിരിക്കുന്ന ഒരു പ്രത്യേക അസറ്റ് അല്ലെങ്കിൽ അനുഗ്രഹം അല്ലെങ്കിൽ ഗിഫ്റ്റ് ആണ് ഖുർആൻ. നമുക്ക് ഈ ആയത്തുകളൊക്കെ വായിക്കുമ്പോൾ പിന്നെ ഇത് വായിച്ച് തുടങ്ങുമ്പോൾ ഓരോന്നിനും തദബ്ബറാക്കുമല്ലോ. നേരത്തെ നമുക്കറിയാം, പക്ഷെ തദബ്ബറാക്കുമ്പോഴത്തേക്ക് നമുക്ക് അനന്തമായ എന്തോ ഒരു അനിർവചനീയമായ അനുഭൂതിയാണ് ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഒരു ലോകത്തിന്നേ വരെയുള്ള പരിഷ്കൃത സമൂഹത്തിൽ പോലും ഇത്രയും കൃത്യമായ നിയമങ്ങൾ അടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ സംശയം തീർക്കാൻ വേണ്ടി ചാറ്റ് ജിപിടിയോട് ചോദിച്ചു, അല്ല കോൺസ്റ്റിറ്റ്യൂഷനിലും ഇതേപോലെ കൃത്യമായി ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്,
ഇങ്ങോട്ട് കിട്ടേണ്ട അവകാശങ്ങളും അങ്ങോട്ട് കൊടുക്കേണ്ട ബാധ്യതകളും കൃത്യമായി പറയുന്ന ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. പറയുന്നതെല്ലാം കുറെ മനോഹരമായ കുറെ ചോക്ലേറ്റുകൾ മാത്രമാണ്, ഉപദേശങ്ങൾ മാത്രമാണ് എന്ന് പറയുകയാണ്. മാത്രമല്ല ഇതെല്ലാം എന്താണ്, ദൈവിക നിയമത്തിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അള്ളയുമായിട്ട് ഇത്തഖുള്ള എന്ന് ഇപ്പൊ തലാഖ് തുടങ്ങിയ ആയത്തുകൾ മുതൽ ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യം ഇത്തഖുള്ള എന്ന് വന്നിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് തന്നെ 2 പ്രാവശ്യം ഇത്തഖുള്ള വരുന്നുണ്ട്. എന്താണ്? ഖണ്ഡിതമായ നിയമങ്ങളാണ്. ഇതിലൊന്നും എന്തില്ല, ഒരു ചേഞ്ചിങ് ഇല്ല. അതാണ് അൺചേഞ്ചബിൾ പ്രിൻസിപ്പിൾസ്. മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാൻ പറ്റാത്ത, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത അടിസ്ഥാന നിയമങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടതാണ് ഈ ഇസ്ലാമിക നിയമങ്ങൾ. അതിൽപ്പെട്ടതാണ് ഇത്തരം നിയമങ്ങളൊക്കെ. ഇതൊന്നും പിന്നെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മളിത് വായിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ ടോട്ടൽ ഒരു പേജില് നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളുടെ എണ്ണം തരാനാണ് നമ്മൾ പറഞ്ഞത്. അത് മിക്കവാറും പേര് ഇവിടെ വന്നിട്ടുള്ള മിക്കവാറും പേര് വായിച്ചു നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കാണുന്നത്. വായിച്ചു നോക്കിയിട്ടില്ലാത്തവർ അതിന് സമാധാനം പറയണം, എന്തുകൊണ്ട് നമ്മൾ വായിച്ചു നോക്കിയിട്ടില്ല. അത് ചോദ്യം നമുക്ക് 3-4 ചോദ്യം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ്. വായിച്ചു നോക്കാൻ കഴിയാത്ത എന്തുകൊണ്ടെന്ന് പറയണ്ടേ? പലപ്പോഴും ഈ എണ്ണം എന്താണ്, ഈ അതിനും അധികം ആൾക്കാർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അത് കാണുന്ന എണ്ണം കുറവാണ്. ഇനി ചില ആൾക്കാർ വായിച്ചു നോക്കിയാലും അതിന് മാർക്ക് ചെയ്യാൻ മടിയാണ്, അങ്ങനെയുള്ള ആൾക്കാർ. അത് ശരിയല്ല. അത് വായിച്ചു നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. വായിച്ചു നോക്കിയത് അല്ല, അത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. മാർക്ക് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയാണ്. മാർക്ക് ചെയ്തിട്ടുണ്ടോ? അല്ല, ഇപ്പൊ 2 പേരെ കിട്ടി. അടുത്ത പ്രാവശ്യം ഇപ്പൊ തന്നെ മാർക്ക് ചെയ്യാം. നിങ്ങൾ മുകളിലുള്ള എല്ലാത്തിലും പോയിട്ട് മാർക്ക് ചെയ്യും. നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും മാർക്ക് ചെയ്യും. കാരണം ആ പോൾ അവിടെ തന്നെ കിടക്കും. അപ്പൊ അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കി മാർക്ക് ചെയ്യുക. താഴത്തെ വായിച്ചു നോക്കി വായിച്ചെന്ന് മാർക്ക് ചെയ്യുക. ഇപ്പത്തെ ക്ലാസ് വായിച്ചു നോക്കി വായിച്ചെന്ന് മാർക്ക് ചെയ്യും. ഇതെല്ലാം വെറുതെ ഹലക്കത്തും ഹസിബത്തും ഹലക്കിനാക്കും അബസൻ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൃഥാവിലേക്ക് തന്നിരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളെ മനസ്സിന്റെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, മൈൻഡ് എന്താ പറയാ, പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് എടുക്കണമെന്നാണ് തുടങ്ങണമെന്നാണ് ആൾക്കാർ. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നിങ്ങളുടെ മൈൻഡ് കപ്പാസിറ്റി, മെന്റൽ കപ്പാസിറ്റി, അതായത് മെമ്മറി കപ്പാസിറ്റി, ഇതെല്ലാം ഉത്തേജിപ്പിക്കുന്ന പോയിന്റുകളാണ് വർക്കുകളാകുമ്പോൾ തരുന്നില്ല. അതനുസരിച്ച് വർക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് മെമ്മറി വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറി ഇതിൽ നിന്ന് മാത്രമല്ല എല്ലാത്തിനും നശിച്ചു. ഓക്കെ, വായിച്ചു നോക്കിയപ്പോൾ ഒരു പേജിൽ എത്ര വാക്ക് കിട്ടിയെന്നുള്ളത് ഇനി അടുത്ത ദിവസം ചോദിക്കും തിരിച്ച്. ഇപ്പൊ കിട്ടാത്ത വാക്കുകളാണ് ചോദിക്കുന്നത്. ഇനി എത്ര വാക്കുകൾ അർത്ഥം കിട്ടി എന്നുകൂടെ എഴുതേണ്ടി വരും. എന്നാലേ നമുക്ക് പെർസെൻറ്റേജ് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇത്രയും എനിക്ക് അറിയും, അടുത്ത പേജ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പേജിൽ എത്ര എണ്ണം എനിക്ക് അറിയും എന്ന് നമ്മളോട് പറയണം. നിങ്ങളോട് പറഞ്ഞു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇതിലെല്ലാം പറയുന്നത്. ഇപ്പൊ ഇതിൽ എത്ര വാക്കുകൾ തന്നിരിക്കുന്നത്? 142 വാക്കുകളാണ് തന്നിരിക്കുന്നത് ഒന്നാമത്തെ പേജിൽ. 80% മനസ്സിലാവുന്നുണ്ട്. ഫസ്റ്റ് ഹാഫില് 78 വാക്കുകൾ, സെക്കൻഡ് ഹാഫില് 64 വാക്കുകളാണ്, 64 വാക്കുകളാണ്. എന്നോട് കൂട്ടിയാൽ 142 വാക്കുകൾ തന്നിരിക്കുന്നു. 80% മനസ്സിലായാൽ പോരാ, 80% അധികം കിട്ടണം. അപ്പൊ 80% കിട്ടുമെന്ന് പറയുമ്പോൾ ബാക്കി 20% നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പൊ 20 വാക്ക് എവിടെ? 142 വാക്കില്ലേ? 142 പിന്നെ 20% ആയപ്പോ എത്രയായി? 100-ലെ 20, 40-ലെ 20 കിട്ടണ്ടേ? 40-ലെ 20 കിട്ടണ്ടേ? 100-ന് 20% അത്രയും വാക്കുകളില്ല നിങ്ങൾക്കറിയാത്തത്. അത് ഒന്നുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. എണ്ണി നോക്കിയിട്ട് ഇപ്പം അറിയാത്ത വാക്ക് എഴുതുമ്പോൾ ബാക്കി എത്ര വാക്ക് അറിയാം എന്ന് മൈൻഡിനോട് പറയണം. നിങ്ങൾ അവിടെ എഴുതിയിട്ട് വേണം. എന്നാലേ നിങ്ങൾ ദൈനംദിനം നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിക്കുകയുള്ളൂ. ഇതിനെ നമ്മുടെ കപ്പാസിറ്റി വർദ്ധിക്കണ്ടേ? കപ്പാസിറ്റി എവിടെ നിന്നാണ് വർദ്ധിക്കുന്നത്? മെന്റൽ കപ്പാസിറ്റിയാണ് വർദ്ധിക്കുന്നത്. നമ്മുടെ മാനസികമായ കഴിവാണ് വർദ്ധിക്കുന്നത്.
നമ്മൾ മലയാളത്തിൽ ഒരു വാക്ക് വായിക്കുമ്പോൾ, ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് വായിക്കുമ്പോൾ നിങ്ങൾ ഫുള്ള് വായിക്കുന്നില്ല. ഇംഗ്ലീഷോ ഏത് ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ പൂർണ്ണമായും വായിക്കുന്നില്ല. പക്ഷെ പൂർണ്ണമായും വായിക്കാതെ നമുക്ക് എങ്ങനെ അത് മനസ്സിലാകും? ഒരു വാക്കെടുത്ത് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ചില ഇംഗ്ലീഷ് മെസ്സേജുകൾ കാണും, ഓപ്പോസിറ്റ് തിരിച്ചെഴുതിയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറയും. അതായത് തിരിച്ചെഴുതിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു വാക്ക് റിവേഴ്സ് ആയിട്ട് എഴുതുക. റിവേഴ്സ് ആയിട്ട് എഴുതിയാൽ ഇംഗ്ലീഷിലെ വാക്ക് റിവേഴ്സ് ആയിട്ട് എഴുതിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. കാരണം ആദ്യത്തെ അവസാനത്തെയും അക്ഷരം മാത്രമേ നമ്മൾ നോക്കുന്നു. അതിനാണ് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞു, ഇന്ദിരാഗാന്ധിക്ക് ആരോ പണം അയച്ചു, വലിയ തുറയിൽ 6 ജഡം കരിക്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാൽ സ്ഥലിതങ്ങൾ ഉണ്ടാകുന്നതാണ്. യഥാർത്ഥത്തിൽ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ഏകദേശം നോക്കിപ്പോവാൻ മാത്രമേ ചെയ്യൂ. അപ്പൊ ഖുർആൻ വായിക്കുമ്പോൾ ഏകദേശം വായിച്ചു നോക്കിയാൽ എങ്ങനെ നമുക്ക് അതിന്റെ ആശയം കിട്ടുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദിനേന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 80% വാക്കുകളുടെ അർത്ഥം അറിയും, 85% വാക്കുകളുടെ അർത്ഥം അറിയും, 90% വാക്കുകളുടെ അർത്ഥം അറിയും എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൈൻഡാണ് നമുക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. ശരി. അങ്ങനെ ത്വലാഖ് എല്ലാം തീരുമാനിച്ചു. തൊല്ലക്കത്വം നിസ, ഇവിടേക്ക് ആണുങ്ങളത്തെ പറയുന്നത് കേട്ടോ. തൊല്ലക്കത്വം തൊല്ലക്ക എന്ന് പറഞ്ഞ വാക്ക് ആണുങ്ങളോടുള്ള അഡ്രസ്സാണ്. പുരുഷന്മാർ ചെയ്യുന്നതിനാണ് തലാഖ് എന്ന് പറയുന്നത്. വിവാഹമോചനം ചെയ്തു. തൊല്ലക്കത്വം അതുകൊണ്ടാണ് പുല്ലിംഗത്തിൽ വന്നത്. തൊല്ലക്കത്വം നിസ, നിങ്ങൾ. അപ്പൊ നിസ എന്താണ്? ഭാര്യമാരെന്ന അർത്ഥത്തിലാണ്. സ്ത്രീകളെ നിങ്ങൾ തൊലാഖ് ചൊല്ലിയാൽ എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ നിങ്ങൾ തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഫബലഗന, അങ്ങനെ അവർ എത്തി. അപ്പൊ ബലഗന എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ എത്തി. അപ്പൊ ഫതഹിന, ആ പെണ്ണുങ്ങൾ തുറന്നു. അപ്പൊ നമ്മളെ മാസ്റ്റർ ടേബിൾ ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം തന്ന മാസ്റ്റർ ടേബിൾ, അവിടെ ഫതഹിന എഴുതി വെക്കണം. ഹിയ ഫതഹത്ത് ഹുന്ന ഫതഹിന. ബലഗന എന്താണ്? 3 അക്ഷരമുള്ള ക്രിയയാണ്. ബലഗ, എത്തി. ബലഗ എബിലുഗ എന്നാണ്. അപ്പൊ ബലഗന, ആ പെണ്ണുങ്ങൾ എത്തി. അജലഹുന്ന, അവരുടെ അവധി. നേരത്തെ പറഞ്ഞില്ല അവധി. അങ്ങനെ അവധി എത്തിക്കഴിഞ്ഞാൽ അജലഹുന്ന. അപ്പോ കിതാബുഹു കിതാബുഹും കിതാബുഹ കിതാബുഹുന്ന, അതുകൊണ്ട് പഠിക്കണം. കിതാബു ഹുന്ന. അപ്പൊ നമ്മൾ ഒഴിവാക്കിയതിൽ ഈ ഹുന്ന എന്ന് പറയുന്ന വാക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹുന്ന എന്ന വാക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹിയ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹുന്നയാണ്. നിങ്ങൾ ChatGPT-യോട് ചോദിച്ചാൽ പറയും ഏതെല്ലാം സർവനാമങ്ങളാണ് ഖുർആനിൽ കൂടുതൽ വന്നിരിക്കുന്നത് എന്ന് നോക്കിയാൽ നമ്മൾ ഹുവ ഹുമ ഹുവ ഹും അന്ത അന്തു മന നഹ്നു ഇതൊക്കെ വന്നിട്ട് ലാസ്റ്റിൽ ഹിയ കാണാം. അതിന്റെ താഴെ ഹുന്നയും കാണും. അക്കോർഡിംഗ് ടു എന്താ പറയാ, ഒക്കോറൻസ്. ഖുർആനിൽ വന്നിരിക്കുന്ന ആവർത്തനം വെച്ചുകൊണ്ട് ഏതൊക്കെ പദങ്ങളാണ്, ഏറ്റവും ഏതൊക്കെ സർവനാമങ്ങളാണ് കൂടുതൽ വന്നിരിക്കുന്നത് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അപ്പൊ മനസ്സിലാകും അന്ന് നമ്മളിതെല്ലാം മാനുവലി കണക്ക് കൂട്ടിയപ്പോൾ എത്ര സ്ട്രെയിൻ എടുത്തിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഹുന്നയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അംസിക്കൂഹുന്ന. അപ്പൊ അംസിക്കൂഹുന്ന എന്ന് പറയുന്നത് കിതാബ് ഹുന്ന എന്ന് പറഞ്ഞത് നാമത്തോടൊപ്പം ചേർത്താണ്. അംസിക്കൂഹുന്ന എന്ന് പറഞ്ഞപ്പോൾ എന്തായി? ഖലഖഹുന്ന എന്നുള്ളത്. അപ്പൊ ഖലഖഹുന്നയും നമ്മൾ പഠിക്കണം. നമ്മൾ ഖലഖഹും ഖലഖത്ത ഖലഖത്തും ഖലഖത്തു ഖലഖന പഠിച്ചു. യഖ്ലുഖു അല്ല, ഖലഖഹു ഖലഖഹും ഖലഖക ഖലഖക്കും ഖലഖനി ഖലഖന ഖലഖഹ വരെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ എന്ത് ചെയ്യണം? ഖലഖഹുന്ന. അപ്പൊ അംസിക്കൂഹുന്ന. അപ്പോ എന്താണ് ഹുന്ന എന്തായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ? മഫ്ഊലുൻ ബിഹി, ഒബ്ജക്റ്റ് ആയിട്ടാണ്. അംസിക്കൂ, നിങ്ങൾ പിടിച്ചു വയ്ക്കുക. അപ്പൊ അംസിക്കൂഹുന്ന, അവരെ നിങ്ങൾ പിടിച്ചു വയ്ക്കുക. ബിമഅറൂഫിൻ, മാന്യമായി. ഔ സരിഹൂഹുന്ന, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക? മോചിപ്പിക്കുക. ബിമഅറൂഫിൻ, മാന്യമായി. അംസിക്കൂഹുന്ന പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നിങ്ങൾ മര്യാദയായി മാന്യമായ നിലയിൽ അവരെ പങ്കാളിയായി നിലനിർത്തുക, ജീവിത പങ്കാളിയായി നിലനിർത്തുക. അതാണ് അംസിക്കൂഹുന്ന, അവരെ നിലനിർത്തുക. ബിമഅറൂഫിൻ, മാന്യമായി. ഔ സരിഹൂഹുന്ന, അല്ലെങ്കിൽ അവരെ മോചിപ്പിക്കുക. ബിമഅറൂഫിൻ, മാന്യമായ നിലയിൽ. അപ്പൊ ഈ ബലഗന അജലഹുന്ന എന്ന് പറഞ്ഞല്ലോ, അവരുടെ അവധി എത്തിയാൽ എന്ന് പറഞ്ഞു. അവധി എത്തിയാൽ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധ കാലയളവ് കഴിഞ്ഞാൽ, അതായത് യുദ്ധ കാലയളവ് കഴിയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം?
പുനർവിവാഹം ചെയ്യണം. ഇത് രണ്ട് തലാഖ് മറത്താൻ എന്ന് പറഞ്ഞ രണ്ട് അവസ്ഥയിലും, രണ്ട് സന്ദർഭത്തിലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു, പുതിയ നിക്കാഹ് ചെയ്യണം. ഇനി ഇദ്ദ കാലഘട്ടം കഴിഞ്ഞില്ല, അതിന് മുമ്പ് ആണെങ്കിൽ എന്ത് ചെയ്യാം? വേറെ നൂലാമാലകളൊന്നുമില്ല. ഇദ്ദ കാലഘട്ടം ഇത് മുമ്പാണെങ്കിൽ നൂലാമാലൊന്നുമില്ല, ജീവിത പങ്കാളിയായി തുടർന്നാൽ മതി. ഇദ്ദ കാലഘട്ടം കഴിഞ്ഞിട്ടാണ്, പറഞ്ഞ ആ സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ നിക്കാഹ് ചെയ്യണം. അതാണ് അതിന്റെ നിയമം. ഇവിടെ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അംസിക്കൂഹുന്ന ബിമാറൂഫിൻ, മാന്യമായി നിലനിർത്തുക. ഔ സത്യഹൂഹുന്ന ബിമാറൂഫിൻ, അല്ലെങ്കിൽ മാന്യമായി അവരെ തിരിച്ചയക്കുക. വലാ തുംസിക്കൂഹുന്ന, നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ മാറൂഫ് എന്ന് പറയാൻ കാര്യം എന്തെന്നാണ് അത് ശരിയായിരിക്കും. നിങ്ങൾ മാന്യമായി നിലനിർത്തണം എന്ന് പറഞ്ഞാൽ, മാന്യമായി, മാറൂഫ് എന്ന് പറഞ്ഞാൽ നന്മ എന്ന അർത്ഥമുണ്ട്, അതേപോലെ അറിയപ്പെടുന്ന എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഈ അറിയപ്പെടുന്ന രീതി എന്ന് പറഞ്ഞാൽ ശരിയായ മാന്യമായ രീതി എന്ന അർത്ഥത്തിലാണ് മാറൂഫ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സത്യഹൂഹുന്ന ബിമാറൂഫ് എന്ന് പറഞ്ഞാൽ ശരിയായ നിയമപ്രകാരം ഏർപ്പെടുത്തുക. അവിടെ എന്ത് ചെയ്യരുത്? ലാ തുംസിക്കൂഹുന്ന ദിറാറൻ ലിതഅ്തദു, ലാ തുംസിക്കൂഹുന്ന, നിങ്ങൾ അവരെ പിടിച്ചു വെക്കരുത് എന്ന് പറഞ്ഞാൽ വീണ്ടും ഓക്കെ ഞാൻ തലാഖ് ചൊല്ലിയില്ല, പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയരുത്. ലാ തുംസിക്കൂഹുന്ന, അങ്ങനെ പിടിച്ചു നിർത്തരുത്. ദിറാറൻ, ബുദ്ധിമുട്ടിച്ചുകൊണ്ട്. ഇനി താഴ്ത്തതു വറ എവറു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിച്ചു. ഇനി താഴ്ത്തതു, നിങ്ങൾ പരിധി ലംഘിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ നിയമം ലംഘിക്കുന്നതിന് വേണ്ടി അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യുന്നു. അപ്പൊ രണ്ട് സംഗതി അവിടെ വന്നു. മാറൂഫിന് വിശദീകരണം വന്നു. മാറൂഫിന് വിശദീകരണമായിട്ട് തുംസിക്കൂഹുന്ന ദിറാറൻ, പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി, നിന്നെ എന്തായിരുന്നു, നിന്നെ അങ്ങനെ പോയിട്ട് വേറൊരാളെന്ന് വിവാഹം കഴിച്ചെങ്കിൽ സുഖമായി ജീവിക്കണ്ട, എന്നെ കളഞ്ഞിട്ട് നീ പോയിട്ട് നീ ഒരു സുഖമായി ജീവിച്ചു വേണ്ട, നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് കിടന്നു, അങ്ങനെ വിചാരിക്കാൻ വേണ്ടി, പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് പറഞ്ഞു നീ താഴ്ത്തതു, അതെന്തിനു വേണ്ടിയാണ്? അങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പിടിച്ചു നിർത്തിയാൽ നിങ്ങൾ ആണ് ചെയ്യുന്നത്, പരിധി ലംഘനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിക്രമമാണ് നിങ്ങൾ, അതിക്രമം, ക്രമത്തിനപ്പുറം അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദുൽമാണ്, അക്രമമാണ്. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു 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 കമന്ററി അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു കമന്റ് ഏതെങ്കിലും ഭരണഘടന കാണും. എന്നിട്ടാണ് ഇസ്ലാമിൽ എന്ത് ചെയ്യുന്നത്? ആൾക്കാരെ വിമർശിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നഫ്സഹു, അവനോട് തന്നെ അക്രമമാണ് ചെയ്തിരിക്കുന്നത്, അത് ദുൽമാണ്. ഏതുപോലെയാണ് പറഞ്ഞത്? ഇന്ന ശിർക ലദുൽമുൻ അളീമെന്ന്. അള്ളയോടൊപ്പം വേറെ ഒരാളെ പങ്കു ചേർക്കുന്ന, അള്ളയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവര് വേറെ ആളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അള്ളയുടെ വിശേഷണങ്ങൾ, കഴിവുകൾ വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവൻ ദുൽമാണ് ചെയ്തത്, അക്രമമാണ് ചെയ്തത് എന്ന് പറഞ്ഞു. അതേ വാക്കാണ് പറഞ്ഞത് ആരെങ്കിലും വിവാഹമോചനം, മാന്യമായ വിവാഹം നടത്തുകയോ അല്ലെങ്കിൽ മാന്യമായി ജീവിക്കുകയോ ചെയ്യാതെ സ്ത്രീയെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി ആരെങ്കിലും അങ്ങനെ വിവാഹമോചനം നടത്താതെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അക്രമമാണ് ചെയ്തത്, ശിർക്ക് പോലത്തെ അക്രമം. ലാ തത്തഖിദു ആയാത്തില്ലാഹി ഹുസുവ. പിന്നെ പറഞ്ഞു ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, എടുക്കരുത്, ആയാത്തില്ലാഹി, അള്ളാന്റെ കൽപ്പനകളെ, സൂക്തങ്ങളെ, ഹുസുവൻ, കെയർലെസ് ആയിട്ട്, തമാശയായിട്ട്, ഒരു കളി തമാശയായിട്ട് എടുക്കരുത്. ഈ ഓർഡേഴ്സിനെയൊക്കെ, ഈ കൽപ്പനകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിട്ട് എടുക്കണം, സീരിയസ് ആയിട്ട് എടുക്കണം. അത് കെയർലെസ് ആയിട്ട്, അലകുഴമ്പനായിട്ട് എടുക്കരുത്. ആയാത്ത് എന്നതിന് ഒരുപാട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ, പലരും പല നിലയ്ക്ക് ചെയ്യുന്നത്. ഈ ഓർഡേഴ്സ് ഒക്കെ എന്താണ്? ഈ കൽപ്പനകളൊക്കെ അള്ളാന്റെ ആയാത്തുകളാണ്, ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയും. ആയത്ത് എന്ന് പറയുന്നത് ദൃഷ്ടാന്തങ്ങൾ. അതേപോലെ ഈ തുംസിക്കു ഹൊന്ന എന്നല്ലേ പറഞ്ഞത്? ആ പെണ്ണുങ്ങളെ നിങ്ങൾ പിടിച്ചു ചേർത്തരുത്. ഈ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അപ്പോ ഈ പെണ്ണുങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? അള്ളാഹ് ഒരു ദൃഷ്ടാന്തമാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. തുംസിക്കു ഹുന്ന വിറാറല്ലേ താഴ്ത്തതു, അവരെ നിങ്ങൾ കളി തമാശയായിട്ട്, തമാശയുടെ പാത്രീഭൂതമാക്കരുത്, കളി തമാശയാക്കരുത്. അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്?
അവരുടെ വ്യക്തിപരമായ അവരുടെ പവിത്രത, അവരുടെ എന്താ പറയുക അന്തസ് സൂക്ഷിച്ചിട്ടാണ് പറയുന്നത്, സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഈ സൂക്തങ്ങളാകാം, ഈ പറഞ്ഞ കൽപ്പനകൾ മൊത്തത്തിലാകാം, അതേപോലെ ആ സ്ത്രീകളെയും ആകാം. അങ്ങനെയും പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. ആയാത്തില്ല. അള്ളാഹുവിന്റെ ഈ പറഞ്ഞ നിയമങ്ങളെ നിങ്ങൾ കളിതമാശയായിട്ട് എടുക്കരുത്. അതേപോലെ അള്ളാഹിന്റെ ആയാത്താണ് സ്ത്രീകൾ, അവരെ നിങ്ങൾ ചെയ്യരുത്, അവഹേളിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറാൻ പാടില്ല. വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആണുങ്ങളല്ലേ, ആണത്തമുള്ളവരല്ലേ, എന്ന് പറഞ്ഞ ആണത്തമുള്ളവരെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് തന്ന അനവധി അനുഗ്രഹം, ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിക്കുക. വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മതി, അല്ലാഹ് കിതാബ് ഇറക്കി തന്നില്ലേ? ലോകത്ത് ഇതേവരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെയുള്ള പരിഷ്കൃത സമൂഹത്തിന് പോലും സമർപ്പിക്കാൻ പറ്റാത്തത്രയും തത്വജ്ഞാനമുള്ള നിയമനിർദ്ദേശങ്ങൾ സുവ്യക്തമാക്കപ്പെട്ടിട്ടുള്ള, അതാണ് തിബിയാനൻ തഫ്സീലൻ ലിക്കുല്ലി ഷൈഇൻ എന്ന് പറയുന്നത്. തിബിയാൻ എന്ന് പറഞ്ഞാൽ ബയ്യന യുബയ്യിനു തബീൻ, വ്യക്തമാക്കുന്നതാണ്. തഫ്സീൽ സുവ്യക്തമാക്കുന്നതാണ്. തിബിയാനം തഫ്സീൽ ഏതൊക്കെ കാര്യങ്ങൾ? കുല്ല ഷൈ, എല്ലാ കാര്യങ്ങളും സുവ്യക്തമാക്കുന്ന. ഖുർആൻ വായിച്ചു നോക്കിയ പല സ്ഥലങ്ങളിലും ഇതേപോലെ പറഞ്ഞതാണ്. തിബിയാനം തഫ്സീലൻ, സുവ്യക്തമാക്കുന്ന. ഇത്രയും വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഗ്രന്ഥം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ജീവിത പദ്ധതി നിങ്ങൾക്ക് ഇറക്കി തന്നതിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ തോന്നില്ലേ? വൽ ഹിക്മ, തത്വജ്ഞാനങ്ങളും ഫിലോസഫികൾ കൊണ്ട് നിറഞ്ഞതാണ് ഖുർആൻ. അതിൽ ഓരോ സൂക്തങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ഫിലോസഫികൾ, തത്വജ്ഞാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് മുഖേന നിങ്ങളെ ഉപദേശിക്കുക. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമുക്ക് ഭരണഘടനയിലൊക്കെ കാണുക അതൊരു റെക്കമെൻഡേഷൻസ് ആണ്, അതൊരു ഉപദേശമാണ് എന്ന നിലയ്ക്കുക. ഇവിടെ എന്താണ്? ഇവിടെ എല്ലാം കൃത്യമായി നിങ്ങൾ ലംഘിക്കരുത്, പരിഹസിക്കരുത്, അവഹേളിക്കരുതെന്നെല്ലാം ഓർഡർ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞ ശേഷം ഇതൊക്കെ നിങ്ങൾക്ക് ഉപദേശമായി തരികയാണ് എന്ന അവസാനം ഒരു അഡ്വൈസ് ആണ്. അല്ലാതെ ആകപ്പാടെ ഒരു അഡ്വൈസ് അല്ല, ഒരു റെക്കമെൻഡേഷൻസ് അല്ല. മാതാപിതാക്കളുടെ അവകാശത്തെ കുറിച്ചൊക്കെ മാതാപിതാക്കളെയൊക്കെ പരിഗണിക്കണം, റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെയാണ് ഭരണഘടനയിൽ കാണുക. അവരുടെ അവകാശമൊന്നും കാണില്ല. ഖുർആനിൽ എന്താ ഉള്ളത്? ഖുർആനില് ലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന് പോലും പറയരുത്. അപ്പൊ ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കിയാൽ അത്രയും മഹത്തായ ഒരു ഗ്രന്ഥമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. വമാ അൻസല അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മതി യഅലക്കും വത്തഖുല്ലാഹ്, സൂക്ഷിക്കുക, അല്ലാഹ് സൂക്ഷിക്കുക. വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ മോചിപ്പിക്കുന്നതും മോചിപ്പിക്കാതിരിക്കുന്നതും എന്തിനു വേണ്ടിയാണ് എന്ന് അള്ളാഹ്ക്കറിയാം. അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും അള്ളാഹ്ക്കറിയാം. എല്ലാ കാര്യങ്ങളും കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്നതും അവൻ അറിയുന്നു. അപ്പൊ എല്ലാം അറിയുന്നവനാണ് അള്ളാഹ്. അതിൽ നിങ്ങൾക്ക് ഒന്നും അവനെ ഒളിപ്പിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ നിയമത്തിനെ കുറിച്ച് തന്ന വീഡിയോ ആരൊക്കെ കണ്ട്? എന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഹാൻഡ് റൈസ് എങ്ങനെയാന്ന് അറിഞ്ഞത്? അതൊക്കെ പഠിക്കണം. നിങ്ങൾ ടെക്നോളജി നമ്മളെ വിഴുങ്ങാൻ പോയിരിക്കുക. അവിടെ സ്ക്രീനിൽ നിന്ന് തൊട്ടിയാൽ താഴെ കാണും കൈ, അവിടെ കയ്യിൽ അമർത്തിയാണ്. ഫോണിന്റെ സ്ക്രീൻ എവിടെയാന്ന് അറിയില്ല. ഫോണിന്റെ സ്ക്രീനിൽ തൊട്ടാൽ താഴെ കയ്യിൽ അടയാളം. അപ്പൊ കൈ നിൽക്കുക. ഞാൻ ഫോണിലല്ല ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല സംഭവം കറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് അവിടെ കാണും. ഒരു കൈയും വരുന്നില്ല. അപ്പൊ ആരുടെയും കൈയില്ല. എല്ലാവരും കാണിക്കാൻ പറ്റുന്നില്ല. കൈ കാണിക്കാൻ അറിയുന്ന ആരില്ല. അറിയായിരുന്നു. ദിനിക്ക് എവിടെ നിന്ന് കിട്ടിയത് കൈ? ഫോണില്ല. സ്ക്രീനിൽ തൊടുമ്പോ താഴെ സംഭവങ്ങൾ കാണിക്കും. താഴെ കയ്യിൽ അടയാളം ഉണ്ടാവും. ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും.
റിയാക്ഷൻസ് റിയാക്ഷൻ. അതെ, ഓക്കെ. ശരി ശരി. രണ്ടുപേരും ഉണ്ട്. അത് വിട്ടുപോയി, അത് ഓർമ്മ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, നമ്മൾ പഠിക്കുമ്പോൾ ഖുറാനിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. നമുക്ക് എല്ലാം നമ്മുടെ ക്ലാസ്സിൽ പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അപ്പൊ മാത്രമല്ല, നിങ്ങൾ അത് കേൾക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി കേൾക്കുമ്പോൾ കുറെ കാര്യങ്ങൾ കൂടി നമുക്ക് അതിന് കുറെ നോളജ് കൂടി കിട്ടും. നമ്മൾ പറയാത്ത, നമുക്ക് പറയാൻ പറ്റാതെ, നമുക്ക് സമയത്ത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. കുറെ അറിവുകൾ വേറെയും കിട്ടും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, തരുന്ന സംഗതികളൊക്കെ എന്താണ് ഖനിജങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതിലൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. എന്തായാലും പറഞ്ഞ പോയിന്റ് അവിടെ കിട്ടും നിങ്ങൾക്ക്. ഓപ്പൺ തായ എന്താണ്, എന്തുകൊണ്ടാണ് എഴുതിയെന്ന് മനസ്സിലായോ? അങ്ങനെ ഓപ്പൺ ഞമത്ത് എഴുതിയിരിക്കുന്നിടത്ത് തുറന്ന തായാണ്, ക്ലോസ്ഡ് തായല്ല. അപ്പൊ അങ്ങനെ എവിടെയൊക്കെ എഴുതണം എന്ന് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചാണ് ഓപ്പൺ തായ എഴുതുന്നത്. അപ്പൊ ഖുർആൻ എഴുതുന്നതിന് ഇതുണ്ട്, ഖണ്ഡിതമായ നിയമങ്ങളുണ്ട്. നിയമത്തെ എവിടെയൊക്കെയാണ് ഓപ്പൺ ആയിട്ട് എഴുതേണ്ടത്, എവിടെയൊക്കെയാണ് ക്ലോസ് ആയിട്ട് എഴുതുന്നതൊക്കെ അവിടെ ഖണ്ഡിതമായി ഇതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ഇവിടെ എന്താണ്, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. വേറൊരു രീതി പറഞ്ഞാൽ അള്ളാഹ് നിങ്ങൾക്ക് തന്ന അനുഗ്രഹം എന്താണ്, ആല വിശാലമാണ്, ഓപ്പണാണ്. അങ്ങനെയും പറയാം. അതിന് ഓരോന്നിനും ഓരോ സംഗതിയുണ്ട്. ഇവിടെ പക്ഷേ തജ്വീദ് നിയമം കാണിക്കാൻ വേണ്ടിയാണ് അവിടെ തുറന്നതായിരുന്നത്. വദ്കുറൂ, അവിടെ ശ്വാസം വിട്ടാൽ, ശ്വാസം വിട്ട് നിർത്തിയാൽ, അല്ല ശ്വാസം മുട്ടിയിട്ട് നിർത്തിയാൽ എങ്ങനെ നിർത്തണം? വദ്കുറൂ നിഅമത്ത് തായിലാണ് നിർത്തേണ്ടത്. അല്ലെങ്കിൽ ക്ലോസ്ഡ് തായാണെങ്കിൽ വദ്കുറൂ നിഅമ എന്ന്. നിങ്ങൾ അവിടെ യഥാർത്ഥ സ്റ്റോപ്പില്ല, അവിടെ ചേർത്ത് രണ്ടാമതെടുത്ത് വായിക്കണം. പക്ഷേ അവിടെ നിർത്തുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടിട്ട് നിർത്തുകയാണെങ്കിൽ നിർത്തുമ്പോൾ അങ്ങനെയാണ്, തജ്വീദ് നിയമം അനുസരിച്ചാണ് നിർത്തേണ്ടത്. അപ്പോ നിർത്തുമ്പോൾ വദ്കുറൂ നിഅമത്ത് എന്ന് നിർത്താൻ പറ്റൂ. വദ്കുറൂ നിഅമ എന്നല്ല നിർത്തുക. ക്ലോസ്ഡ് തായാണെങ്കിൽ വദ്കുറൂ നിഅമ എന്നാണ്. ഓക്കെ, പിന്നെ അത് ആയത്തുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനൊക്കെ പറഞ്ഞായിരുന്നു. അതെന്താണ്, അഡീഷണൽ നോളജാണ് സംഭവങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഖുർആനിൽ വള്ളി പുള്ളി തെറ്റാതെ എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ വള്ളി പുള്ളി തെറ്റാത്ത ഏത് സംഗതികളാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഖുർആനിൽ ഓപ്പൺ തായുണ്ട്, ക്ലോസ്ഡ് തായുണ്ട്. നിഅമത്ത്, റഹ്മത്ത് പോലുള്ള വാക്കുകൾക്ക്. ഏതൊക്കെ വാക്കുകളെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോ ഈ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ എഴുതാവുന്നല്ല. ഏതെല്ലാം ആയത്തുകളാണോ തുറന്നെഴുതിയിട്ടുള്ളത് അവിടെയൊക്കെ തുറന്നെഴുതണം. ഏതെല്ലാം ആയത്തുകളാണോ ക്ലോസ് ചെയ്ത് എഴുതിയിട്ടുള്ളത് അവിടെയൊക്കെ ക്ലോസ് ചെയ്ത് എഴുതണം. അപ്പൊ കൈയൊക്കെ താത്തലായിരുന്നു, കൈ പൊക്കി പിടിച്ചിരുന്ന കൈ കഴിച്ചു. ഇനിയും ഉണ്ട് കാര്യങ്ങൾ. നിങ്ങൾ തൊലാഖ് ചൊല്ലി ബലഗന അജ്റഹുന്ന, അവരുടെ അവധിയെത്തി. അപ്പോ തൊലാഖ് ചൊല്ലി അവധിയെത്തി. അപ്പൊ അവരെ തിരിച്ചെടുക്കാൻ നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞത് ആരോട് പറയാണ്? ഔലിയാക്കളോട് പറയാണ്. അപ്പൊ എങ്ങനെയാണ് പിന്നെ തലാക്ക് ചൊല്ലിയിട്ട് പിന്നെ അവധി എത്താന്ന് വെച്ചാൽ എന്താ അർത്ഥം? തലാഖിനല്ലേ ഇദ്ദ നോക്കുന്നത്. തലാഖിന് മുമ്പാണ് ഇദ്ദ. അത് ശരിയാ. ഓക്കെ, സമയം കഴിഞ്ഞു പോയോ? നമ്മളെ നിർമ്മിത സമയം കഴിഞ്ഞു പോയി. നിങ്ങളൊക്കെ എന്താ പറയാ, ലോങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ടയർഡായിട്ട് വരുന്നവരായിരുന്നു. ആണോ? ഇല്ല ഉസ്താദേ, ഞാനത് ഒരു സംശയം തോന്നി. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അവിടെ തോന്നിയില്ല, എവിടെയാണ് എന്താണ് അങ്ങനെ തോന്നി. ഓക്കെ, അങ്ങനെ അവധി എത്തി, ഇദ്ദ പൂർത്തിയായി. മലകൻ അജ്റഹുൻ എന്ന് പറഞ്ഞാൽ അവരുടെ അവധി എത്തി എന്ന് പറഞ്ഞാൽ ഇദ്ദ പൂർത്തിയായി. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നിക്കാഹ് അവധി ടൈം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പുതിയ നിക്കാഹോടുകൂടി എന്ത് ചെയ്യാം? രണ്ടെണ്ണത്തിൽ, മൂന്നാമത്തേതല്ല രണ്ടെണ്ണത്തിൽ. അതുകൊണ്ടാണ് ഈ മറത്താനി എന്ന് പറഞ്ഞത്. തിരിച്ചെടുക്കാവുന്നതാണ്, ആദ്യത്തെ രണ്ടെണ്ണവും തിരിച്ചെടുക്കാവുന്ന. ആ സന്ദർഭത്തിൽ അവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നിക്കാഹോടുകൂടി തിരിച്ചെടുക്കാം. അവധി കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഒരുമിച്ച് ജീവിച്ചാൽ മതി. അങ്ങനെ അവധി എത്തിയാൽ
അപ്പോ ഔലിയാവിനോട് പറയാ, ഔലിയ എന്ന് പറഞ്ഞാൽ വലിയ രക്ഷാകർത്താവ്, രക്ഷാകർത്താക്കളോട് പറയാണ്. അതെ, ആരായിരുന്നാലും പിതാവാനും സഹോദരനാകാം. അതേപോലെ വേറെ ആരെങ്കിലും മുടക്കാൻ വരുന്ന വേറെ ആരെങ്കിലും ആൾക്കാരുണ്ടോ? ഒരിക്കലും സമ്മതിക്കാൻ പാടില്ല, തിരിച്ചു വിടാൻ പാടില്ല. അങ്ങനെയാണ് അവൻ, അങ്ങനെ പാടില്ല. അപ്പൊ അങ്ങനെ അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മുടക്കരുത്, വിലക്കരുത്. അയ്യങ്കിഹ്ന, അപ്പൊ നേരത്തെ യഫ്തഹ്ന പറഞ്ഞ പോലെ അയ്യങ്കിഹ്ന, ആ പെണ്ണുങ്ങൾ നിക്കാഹ് ചെയ്യാൻ, അസ്വാജഹുന്ന, അവരുടെ ഇണകൾ. അപ്പൊ അവരുടെ ഇണകളാണ്, നിയമപ്രകാരം വേർപിരിയുന്നത് വരെയും ഇണകളാണ്. തലാക്ക് ചൊല്ലിയത് കൊണ്ട് മാത്രം എന്താകുന്നില്ല, സ്റ്റാറ്റസ് മാറുന്നില്ല. ഈ ആയത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു. അസ്വാജഹുന്ന, അവര് വിവാഹം കഴിക്കുന്നതിന്. അപ്പൊ അവധി കഴിഞ്ഞു, അവധി കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൽ അവധി കഴിഞ്ഞാലും എന്ത് ചെയ്യാം, വിവാഹം ചെയ്തുകൊണ്ട് തിരിച്ചെടുക്കാം. അങ്ങനെ വിവാഹം ചെയ്ത് തിരിച്ചെടുക്കാൻ നിങ്ങൾ തടസ്സമാകരുത്. ഇപ്പോൾ ഇതാ തറാബവും, പരസ്പരം തൃപ്തിപ്പെട്ടു. പരസ്പരം തൃപ്തിപ്പെട്ടാൽ നിങ്ങൾ എന്തിനാണ് തടസ്സം ഉണ്ടാക്കുന്നത്? തറാബോ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം തൃപ്തിപ്പെട്ടാൽ, ഇതിൽ മാറും മാന്യമായ രീതിയിൽ. മാന്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, ചില വിട്ടുവീഴ്ചകൾ വേണം എന്നൊക്കെ അവര് പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. അങ്ങനെയായാൽ രക്ഷകർത്താക്കള് അതിന് തടസ്സമാകാൻ പാടില്ല. ഇവിടേക്ക് എന്താണ് ഓർഡർ ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അമ്രാണ്, ഓപ്ഷണൽ അല്ല. ഇതെല്ലാം എന്താണ്, അമ്രാണ്, കൽപ്പനയാണ്. അതൊക്കെ ഞാൻ മറച്ചു മണിക്കണം കേട്ടോ, മീമിനെ മറച്ചു മണിക്കണം, നീ വെളിവാക്കിയല്ല മണിക്കണ്ടേ. അപ്പൊ ഇവിടെ നേരത്തെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയുന്നത് എന്താണ്, റെക്കമെൻഡഡ് ആയിട്ടാണ് പറയുന്നത്, അഡ്വൈസ് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ പരലോകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പവർ പോയി എനിക്ക്, ഇപ്പൊ കുറെ വെളിച്ചം കിട്ടി, നമ്മുടെ പവർ പോയപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടാവുള്ളൂ, വെളിച്ചം കുറയും, ഫേസിലേക്ക് വരുന്ന വെളിച്ചം കുറയും, ബാക്കിയെല്ലാം നെറ്റ്വർക്ക് ഒക്കെ വർക്ക് ചെയ്യും. വെളിച്ചം കൂടിയിട്ടാണുള്ളത്. അപ്പൊ എന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് ക്ലാസ് എടുക്കാം. അപ്പൊ എന്ത് പറയുന്നു, ഇത് പരലോകത്തിൽ വിശ്വാസമുള്ളത്. അപ്പോ 6 കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാവണമല്ലോ. ഒരാൾക്ക് 6 കാര്യത്തിൽ ഒന്നിലും വിശ്വാസം കുറവുണ്ടാകാൻ പാടില്ല. 6 കാര്യങ്ങളും പ്ലസ് അഡീഷണൽ ആയിട്ട് പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, വിശ്വാസ കാര്യങ്ങൾ. 6 കാര്യങ്ങൾ മദ്രസയിൽ പഠിച്ചതാണ്. അതിലൊന്നിലും എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വാസം കുറവുണ്ടാകാൻ പാടില്ല. അതിലൊന്നാണ് എടുത്തു പറയുന്നത്. 2 പറഞ്ഞു, ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അപ്പൊ ഒന്നാമത്തെയും ആഖിറത്ത് പറയുന്നത്. നമ്മള് 3 കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങളുണ്ടല്ലോ, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് പറഞ്ഞു. അപ്പൊ അതിന് 2 പ്രാധാന്യത്തോട് എടുത്തു പറയുന്നത്. നിങ്ങൾ അള്ളയിലും ആഖിറത്തിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് ഉപദേശിക്കപ്പെടുന്നത്. അവിടെ ഉപദേശം എന്ന് പറയുന്നതിന് പകരം ഈമാനെ കൂട്ടിച്ചേർക്കുകയും ഈമാനിലെ അടിസ്ഥാനപരമായ 2 കാര്യങ്ങൾ പറയുകയും എന്നിട്ടാണ് യുആദു എന്ന വാക്ക് ഉപയോഗിച്ചത്. അതിന് മുമ്പ് എന്ത് ചെയ്തു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓർഡർ ഫോമിൽ പറയുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, പിന്നെയാണ് പറയുന്നത് ആരിക്കും അസ്കാരക്കും, ഇതാണ് സംസ്കാരമുള്ളവർക്ക് പറ്റിയത്. അസ്കാരം എന്ന് പറഞ്ഞാൽ സംസ്കൃതം, ഏറ്റവും നല്ല സംസ്കാരം ലക്കും നിങ്ങൾക്ക്, ഏറ്റവും ശുദ്ധിയായതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അതാണ് പ്യുവർ ആയിട്ടുള്ള മൈൻഡിലുള്ള ആൾക്കാർക്ക് നല്ലത്. അസ്കാലക്കും വാത്തുഹാർ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അപ്പൊ പിന്നെന്താ പറയുന്നത്,
നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവരിനിയും പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് അങ്ങനെ അവരെ വിട്ടളഞ്ഞൂടാ, അങ്ങനെ അനുവദിക്കാൻ പാടില്ല, യോജിച്ചു പോകാൻ പാടില്ല. അല്ല വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടാകാം, പക്ഷേ അതൊന്നും ഇവിടെ തടസ്സമാകാൻ പാടില്ല. എപ്പോൾ തറാദോ ബൈനഹും ബിൽ മഅറൂഫ്, മാന്യമായി അവർ രണ്ടുപേരും തൃപ്തിപ്പെട്ടാൽ. അതുകൊണ്ടാണ് അവസാനം പറയുന്നത് വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ, അള്ളാഹ്ക്ക് അറിയാം, നിങ്ങൾക്കറിയില്ല. ഇവിടെ എന്താണ്, ഒരു കുടുംബം വേർപിരിഞ്ഞു പോകാൻ അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് എന്താണ്, അവരെ എങ്ങനെയെങ്കിലും യോജിച്ചു പോകാനുള്ള വഴികളാണ് നോക്കുക. നമ്മളാണ് എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും വേർപിരിഞ്ഞു പോകാനുള്ള വഴികളാണ്, അല്ല മറിച്ച് എന്താണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹ്ക്കറിയാം, അതുകൊണ്ട് അവരെ യോജിച്ചു പോകാൻ അനുവദിക്കുക, ഇണങ്ങുതടഞ്ഞാക്കരുത്, തടസ്സമുണ്ടാക്കരുത്. വൽവാലിദാത്തു യുർദിഅന ഔലാദഹുൻ, വൽവാലിദാത്ത് അപ്പോ മക്കള് ആണുങ്ങളതാണ് കേട്ടോ, മക്കള് ആണുങ്ങളതാണ്. അപ്പൊ പെണ്ണുങ്ങളോട് പറയാണ്, കുട്ടികൾക്ക് മുലകുടി കൊടുക്കണം. യുർദിഅന ഔലാദഹുന്ന, അവരുടെ കുട്ടികളെ ഹൗലൈനി കാമിലൈൻ, പുരുഷന്മാര് വിവാഹമോചനം നടത്തി എന്നതുകൊണ്ട് മക്കളെ കുഞ്ഞുങ്ങളെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പാടില്ല, മറിച്ച് എന്ത് ചെയ്യണം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഭാര്യയുടെ ബാധ്യതയും ഭാര്യയുടെ അവകാശവും പറയുന്നുണ്ട്, ഭർത്താവിന്റെ ബാധ്യതയും ഭർത്താവിന്റെ അവകാശവും വ്യക്തമാക്കുന്നുണ്ട് ഖുർആൻ. അതേപോലെ കുഞ്ഞിന്റെ റൈറ്റോ അതും പറയുന്നുണ്ട്. നമ്മളവിടെ ഒന്നും ഇന്ന് കാണിക്കുന്ന വേറെ അലിവ് കൊണ്ട് കാരുണ്യം കൊണ്ട് എന്താ പറയാ, ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറയും. ജീവകാരുണ്യമൊന്നുമല്ല, ഇതെന്താണ്, ഇത് റൈറ്റാണ്, കുഞ്ഞിന്റെ റൈറ്റാണ്. എന്ത്, കുഞ്ഞിന് വിലയൂട്ടപ്പെടുക എന്നത് കുഞ്ഞിന്റെ റൈറ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത് വൽവാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, 2 പൂർണ്ണമായ വർഷം. 2 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹൗലൈനി കാമിലൈനി, 2 കംപ്ലീറ്റ് ഇയേഴ്സ്, പൂർണ്ണമായ 2 വർഷം. ഹൗല് വർഷം, സനത്തുൻ പറയാൻ പറ്റില്ല, സനത്തും പറയാൻ, ആമും പറയാൻ, പര്യായ പദമായിട്ട് സനത്തും ആമും ഒക്കെ പറയാവുന്നതാണ്. പക്ഷെ അതിൽ ആശയതലത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാലും ഹൗലും ആമും സനത്തും ഒക്കെ എന്താണ്, നമ്മൾ സാധാരണഗതിയിലുള്ള പറയുന്ന വർഷം തന്നെയാണ്. പൂർണ്ണമായ 2 വർഷം വിളയൂട്ടണം. ലിമൻ അറാദ യുതിമ്മ റദാഅ, പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ പൂർണ്ണമാക്കാതിരിക്കുകയും ചെയ്യാം എന്നൊരു ഓപ്ഷൻ. അതെപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഹംലുഹു വഫിസാലുഹു സലാസുന ഷഹ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുലകുടി ബന്ധവും ഗർഭകാലവും കൂടെ ആകെ 30 മാസമേ ഉള്ളൂ. ഹംലുഹു വഫിസാലുഹു സലാസുന ഷഹ്റൻ. അപ്പൊ എന്ത് ചെയ്യാം, അതിൽ ഏറ്റക്കുറച്ചുകള് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. ഒരിക്കൽ എന്ത് ചെയ്തു, ഒരാൾ വന്ന് പരാതി പറഞ്ഞു. ആരായിരുന്നു? ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്ക വന്ന് പരാതി പറഞ്ഞിട്ട് ഒരാൾ വന്ന് പരാതി പറഞ്ഞു, എന്റെ ഭാര്യ 6 മാസം ആയപ്പോഴത്തേക്ക് പ്രസവിച്ചു, അത് ജാരിസന്ധതിയാണ്. അങ്ങനെ ഖലീഫ എന്ത് ചെയ്തു, ഖലീഫ ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലാൻ വിളിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, അത് പറ്റില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിരിക്കുന്നത് ഹംലുഹു വഫിസാലുഹു സലാസുന ഷഹ്റൻ, ഗർഭകാലവും മുലയൂട്ടലും കൂടി 30 മാസമാണ്. അപ്പോ വൽവാലിദാത്തു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷം വിളയൂട്ടണമെന്ന് പറഞ്ഞു.
അല്ല മുലയൂട്ട് ഫിസാലുഹു ഫി ആമേനി എന്ന് വേറെ സ്ഥലത്തും പറഞ്ഞു. മുലകുടി ബന്ധം വേർപെടുത്തുന്നത് 2 വയസ്സിലാണ് എന്ന് പറഞ്ഞു. ഹാമേനിയും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഹൗലേനിയും പറഞ്ഞു. അപ്പൊ ഈ ഹാമേനിയും ഹൗലേനിയും 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര മാസം? ഹംലുഹു ഫിസാലുഹു സലാസൂന ശഹറൻ. സലാസൂന എത്രയാണ്? 30 മാസം. ഗർഭകാലവും മുലയൂട്ടലും കൂടി എന്താണ്? 30 മാസം. അപ്പൊ ബാക്കി ഇവിടെ 24 മാസം കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? 6 മാസം. 6 മാസം. അപ്പൊ 6 മാസം കഴിഞ്ഞാൽ പ്രസവിക്കാം. അങ്ങനെ അദ്ദേഹം ഓർഡർ എന്ത് ചെയ്തു? തിരുത്തി ഖലീഫ ഉമർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി കൂടി പറഞ്ഞതാണ്. വലിമൻ അറാദ. ഇനി അവർ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? വേർപെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ലിമൻ അറാദ എന്ന് പറഞ്ഞത്. പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്യാം? മുലകുടി വേർപെടുത്താം. അതുകൊണ്ടാണ് ഇവിടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് 2 വർഷം പൂർത്തിയാക്കുക. വഅലൽ മൗലൂദി ലഹു. കേട്ടോ, മൗലൂദുൻ ലഹു എന്നത് ഒരു വാക്കായിട്ട് കണക്കാക്കണം. മൗലൂദുൻ ലഹു, ഏതൊരുത്തനാണ് ജനിച്ചിട്ടുള്ളത്, ഏതൊരുത്തന് ആണ് ജനിച്ചിട്ടുള്ളത്. അതിന്റെ വാപ്പാക്ക് ജനിച്ചാണെന്ന് നമ്മൾ പറയില്ലേ? വാപ്പാക്ക് പിറന്നവനാണെന്ന് പറയുമല്ലോ. അതാണ് മൗലൂദ് എന്ന് പറഞ്ഞാൽ പിറന്നവൻ. ലഹു അവന് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്. ഏതൊരു മനുഷ്യന് പിറന്നവനാണ് അലൽ മൗലൂദി ലഹു. അങ്ങനെയുള്ള, അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ വാക്കിൽ പിതാവ് കൊടുത്തിരിക്കുന്നത്. അൽ മൗലൂദ് ലഹു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൗലൂദുൻ ലഹു എന്ന് പറഞ്ഞാൽ അവന് ജനിച്ചു. മൗലൂദ് എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നാണ്. ജനിച്ചത്. ലഹു എന്ന് പറഞ്ഞാൽ അവന്, ഏതൊരാൾക്കാണോ ജനിച്ചത്. അതാണ് വാപ്പാക്ക് പിറന്നവരെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ശരിക്കും? വാപ്പയാണ് പറഞ്ഞിരിക്കുന്നത്. അൽ മൗലൂദ് ലഹു എന്ന് പറഞ്ഞാൽ പിതാവ്. അപ്പോ അലൽ മൗലൂദി ലഹു, പിതാവിന്റെ മേൽ അല ബാധ്യതയാണ്. അല എന്ന് പറഞ്ഞാൽ പിതാവിന്റെ മേൽ എന്തോ ഇരിക്കുമെന്നല്ല പറഞ്ഞത്. അല എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ്. റിസ്ഖുഹുന്ന വ കിസ്വതുഹുന്ന, ഇതെല്ലാം എന്താണ്? റൂൾസ് ആണ്, നിയമങ്ങളാ, അഡ്വൈസ് ഒന്നുമല്ല. അതുകൊണ്ടാണ് ആല പറഞ്ഞത്, ബാധ്യതയാണ്. റിസ്ഖുഹുന്ന, അവർക്ക് ചെലവിന് കൊടുക്കല്. വ കിസ്വതുഹുന്ന, മാത്രമല്ല ഉടുപ്പും കൊടുക്കരുത്. റിസ്ഖുഹുന്ന കിസ്വത്തുഹുന്ന എന്നൊക്കെ പറഞ്ഞ റബ്ബുഹും എന്ന് പറഞ്ഞ പോലെ റബ്ബുഹ കിതാബുഹ എന്ന് പറഞ്ഞു, കിതാബുഹുന്ന റിസ്ഖുഹുന്ന കിസ്വത്തുഹുന്ന. അവിടെ എന്താണ്? ഇളാഫത്താണ് കേട്ടോ. നാമത്തിന്റെ കൂടെ സർവനാമം ചേർത്താൽ ഇളാഫത്താണ്. നമ്മൾ ആദ്യം അത് പറയില്ല, ഇളാഫത്ത് എന്ന് പറയില്ല. കാരണം റബ്ബുഹു ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇളാഫത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇളാഫത്ത് എന്താക്കാണെന്ന് പറഞ്ഞിട്ട് പഠനം നിർത്തി പോകും. അതുകൊണ്ട് അവിടെ ഇളാഫത്തൊന്നും പറയില്ല. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സർവനാമത്തെ നാമത്തിലേക്ക് ചേർത്താൽ ഇളാഫത്തും, സർവനാമത്തെ ക്രിയയിലേക്ക് ചേർത്താൽ സർവനാമം എന്തായിരിക്കും? മഫ്ഊലുൻ ബിഹി കേൾക്കണം കേട്ടോ. മഫ്ഊലുൻ ബിഹി. കാരണം മഫ്ഊലുകൾ വേറെയുമുണ്ട്. ഇത് മഫ്ഊലുൻ ബിഹിയാണ് ഒബ്ജക്റ്റ്. റിസ്ഖുഹുന്ന വ കിസ്വത്തുഹുന്ന, അവരുടെ ഉടുപ്പും ആഹാരവും അദ്ദേഹത്തിന്റെ മേൽ ബാധ്യതയാണ്, പിതാവിന്റെ മേൽ ബാധ്യതയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വാലിദെന്ന് പറയാതെ മൗലൂദ് എന്ന് പറഞ്ഞതിന് ഭാഷാപരമായിട്ട് കുറെ സംഗതിയൊക്കെ പണ്ഡിതന്മാർ സ്വീകരിക്കും. അത് പറയുന്നത് അദ്ദേഹത്തിന് പ്രദാനം ചെയ്യപ്പെട്ടത്, അയാൾക്ക് ജനിച്ചു എന്ന് പറഞ്ഞാൽ, എനിക്കൊരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ്. എനിക്കൊരു മകൻ, എൻ്റെ മകൻ എൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്, എന്നാൽ എൻ്റെ പിൻഗാമിയാണ്. അപ്പൊ അതൊരു ഹിബത്ത് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി, ഒരു അനുഗ്രഹം കിട്ടി. അപ്പോൾ ഞാൻ എന്ത് വേണം? ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് അവർക്ക് ജന്മം നൽകിയ മാതാക്കളെ അല്ലെങ്കിൽ മാതാവിനെ, അവരുടെ ആഹാരവും വസ്ത്രവും എന്താണ്? എൻ്റെ മേൽ ബാധ്യതയാണ്. ഇതിൽ മാറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന നിലയ്ക്ക് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അറിയപ്പെടുന്ന നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അറിയപ്പെടുന്നതായ നിലയ്ക്ക്. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അറിയപ്പെടുന്ന നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണ് ഏത് സ്റ്റാറ്റസിലാണോ ജീവിക്കുന്നത് അവരുടെ സ്റ്റാറ്റസിലുള്ള വസ്ത്രവും ഭക്ഷണമാണ് കൊടുക്കേണ്ടത്.
ഏത് സ്റ്റാറ്റസ്, ഏത് നിലവാരത്തിലാണോ ജീവിക്കുന്നത് ആ നിലവാരത്തിനനുസരിച്ച് അവരുടെ ജീവിത നിലവാരം അനുസരിച്ച് ഉള്ള ചെലവിന് കൊടുക്കണം. ഞാൻ തുകല്ലഫു, കല്ലഫ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു. കല്ലഫ യുക്കല്ലിഫു, അപ്പൊ യുക്കല്ലിഫു നിർബന്ധിക്കുന്നു, യുക്കല്ലഫു നിർബന്ധിക്കപ്പെടുന്നു. നഫ്സ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തുകല്ലഫു നഫ്സുൻ, ഒരു ആത്മാവും നിർബന്ധിക്കപ്പെടുന്നില്ല. ഇല്ല ഉസ്അഹ, അതിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, വാസിഅൻ മൗസൂഉൻ വുസ്അൻ അല്ലെങ്കിൽ വസ്അൻ എന്ന് പറയുന്നത്. ഇല്ല ഉസ്അഹ, അതിന്റെ വിശാലത അനുസരിച്ചല്ലാതെ ഒന്നും, അതിന്റെ കഴിവനുസരിച്ചല്ലാതെ ഒന്നും ഒരു ആത്മാവും നിർബന്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ എന്റെ മേൽ ബാധ്യതയാണ് അവരുടെ നിലവാരം അനുസരിച്ച് കൊടുക്കണം. പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ലെങ്കിലോ, കഴിവുള്ളതനുസരിച്ച് കൊടുക്കുക. ലാ തുബാറ വാലിദത്തുൻ, അപ്പോ ലാ തുബാറ, ഏത് ബുദ്ധിമുട്ടിച്ച പെടരുത്, വാലിദത്തിന് ഒരു മാതാവും, ബി വലതിഹ, അവരുടെ കുട്ടി കാരണമായി. അപ്പൊ അവരുടെ കുട്ടിക്ക് മുലയൂട്ടണം എന്നത് കാരണമായി അവൾക്കൊരു ഭാരമാകാൻ പാടില്ല. ലാ തുബാറ വാലിദത്തുൻ ബി വലതിഹ, അതിനും വ്യത്യസ്ത അർത്ഥതലങ്ങൾ ഉണ്ടാകാം പറഞ്ഞു പോയാൽ, ഇപ്പൊ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായിരുന്നാലും അത് കാരണമായി അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. വല മൗലൂദുല്ലഹു, നേരത്തെ പറഞ്ഞ പോലെ മൗലൂദുല്ലഹു, ആർക്കാണ് കുട്ടി ഉണ്ടായത് അവനെയും എന്ത് ചെയ്യാൻ പാടില്ല, അവനും ബുദ്ധിമുട്ടിക്കപ്പെടാൻ പാടില്ല. ബി വലദിഹി, അവന്റെ കുട്ടി കാരണമായി. അപ്പൊ കുട്ടി കാരണമായി പിതാവും മാതാവും ബുദ്ധിമുട്ടിക്കപ്പെടാൻ പാടില്ല. വാലൽ വാരിസി മിസ്ലുദാലിക്, വാലൽ വാരിസി, അപ്പോ അനന്തരാവകാശിക്കും അതേപോലെ ബാധ്യതയാണ്. അലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന എന്ന് പറഞ്ഞത്. അപ്പൊ പിതാവിന്റെ മേൽ ബാധ്യതയാണ് ആ കുഞ്ഞുങ്ങളുടെ മാതാക്കൾക്ക് ചെലവിന് കൊടുക്കലും വസ്ത്രത്തിനും കൊടുക്കല് അവരുടെ മേൽ ബാധ്യതയാണ്. ഇനി പിതാവ് മരിച്ചുപോയാലോ, അയാളുടെ അനന്തരാവകാശികൾ ആരാണോ അയാളുടെ മേൽ ബാധ്യതയാണ്. അതാണ് ഈ വിഷയത്തിലെ പ്രബലമായ അഭിപ്രായം. വേറെയും ചില അഭിപ്രായങ്ങൾ വേറെ ഉണ്ട്, ഇപ്പൊ നമ്മൾക്ക് അതിലേക്ക് പോകണ്ട. ഇതായാലും എളുപ്പം മനസ്സിലാകുന്നതും പ്രബലമായതുമായ അധികം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നതുമായ അഭിപ്രായം ഇതാണ്. വാലൽ വാരിസി മിസ്ലുദാലിക്കുന്നത്, അതിന് അനന്തരാവകാശിക്കും അതേപോലെയുണ്ട് എന്ന് പറഞ്ഞാൽ ആരുടെ അനന്തരാവകാശിയാണ്, ആരുടെ മേലാണോ ബാധ്യത വരുന്നത്, അയാളുടെ കാര്യമാണല്ലോ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം വീണ്ടും അലൽ മൗലൂദ് ലഹു എന്ന് പറഞ്ഞാൽ ആ പിതാവിന്റെ മേൽ ബാധ്യതയാണ്. പിന്നെ പറയുന്നത് എന്താ, അലൽ വാരിസി മിസ്ലുദാലിക്, അനന്തരാവകാശിക്കും അതേപോലെ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പിതാവ് മരിച്ചുപോയാൽ ആ മരിച്ചുപോയ ആളുടെ അനന്തരാവകാശി ആരാണോ, അവർക്ക് എന്താകും, ബാധ്യതയാകും, അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ആ കുട്ടികളുടെ മാതാക്കൾക്ക് ചെലവിന് കൊടുക്കുക എന്ന്. വളരെ വാരിസി മിസ്ലുദാലിക്. ഫഇൻ അറാദാ ഫിസാലൻ, അവർ രണ്ടുപേരും ഉദ്ദേശിച്ചു. അപ്പൊ ദ്വിവചനം കൂടി നമ്മൾ പഠിക്കുക കേട്ടോ. അറാദ, അപ്പൊ ഫതഹ അവൻ തുറന്നു, ഫതഹ അവർ രണ്ടുപേരും തുറന്നു. അറാദ ഉദ്ദേശിച്ചു, അവർ രണ്ടുപേരും ഉദ്ദേശിച്ചു. അപ്പൊ മാതാപിതാക്കൾ ഉദ്ദേശിച്ചു ഫിസാലൻ, അവർ രണ്ടുപേരും ഒത്തൊരുമയോട്, അൻ തറാദിൻ, നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട്, പരസ്പര തൃപ്തിയാൽ എന്തുദ്ദേശിച്ചു, ഫിസാൽ വേർപെടുത്തൽ, മുലകുടി വേർപെടുത്താൻ അവരുദ്ദേശിച്ചാൽ, തറാവിൻ മിൻഹുമ അവരുടെ രണ്ടുപേരുടെയും പരസ്പര തൃപ്തി കൊണ്ട്. അതേപോലെ മിൻഹുമ കേട്ടോ, മിൻഹും അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഇനി
മിൻഹു അവനിൽ നിന്ന്, മിൻഹുമ അവർ രണ്ടുപേരിൽ നിന്ന്, മിൻഹും അവരിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഹുമായും കൂടി നമ്മൾ പഠിച്ചു. ഹുവ അവൻ, ഹുമ അവർ രണ്ടുപേർ, ഹും അവർ രണ്ടിലധികം പേർ. തറാലിൻ മിൻഹുമ അവർ രണ്ടുപേരുടെയും തൃപ്തിയിൽ അവർ മുലകുടി ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചാൽ, തശാവുരിൻ അവരുടെ തറാളും, തശാവുർ പരസ്പരം കൂടിയാലോചിക്കൽ. തശാവറ, ഷാവറ യതശാവറും, തശാവുർ, തശാവർ, തശാവറ യതശാവർ, തശാവറും അവരുടെ പരസ്പരം കൂടിയാലോചനയിലും തൃപ്തിയിലും അവർ കൂടിയാലോചിച്ച് തൃപ്തിപ്പെട്ട് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ചാൽ ഫലാ ജുനാഹ അലൈഹിമ അവർ രണ്ടുപേരുടെ മേലും കുറ്റമില്ല, നോ പ്രോബ്ലം. അതാണ് ലിമൻ അറാദ യുതിമ്മ റദാ എന്ന് പറഞ്ഞു. പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ പൂർത്തിയാക്കാം. ഈ പറഞ്ഞതുപോലെ പിന്നെ അറാദ ഫിസാലൻ തറാദും മിൻഹുമ അവർ രണ്ടുപേരുടെയും തൃപ്തിയിലും തശാവുലും പരസ്പര കൂടിയാലോചനയിലും തീരുമാനിച്ചാൽ ഫലാ ജുനാഹ അലൈഹിം അത് തന്നെ കുറ്റം. വഇൻ അറദ്തും അൻ തസ്തർദിഉ ഔലാദക്കും നിങ്ങൾ അതേപോലെ വഇൻ അറദ്തും അൻ തസ്തർദിഉ ഔലാദക്കും ഇസ്തർളഅ ഗഫറ എന്താണ്? ഗഫറ പുറത്തു വെത്തു, ഇസ്തഗ്ഫറ തേടി, ഓർക്കലിനെ തേടി. അപ്പം ഇസ്തർളഅ മുല കുടിക്കാൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുല കുടിപ്പിച്ചു. ഈ രണ്ടുപേരും കൂടി നടത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചാലെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ചേർന്ന് ഉദ്ദേശിക്കുകയാണ്. തസ്തർളിഉ ഔലാദക്കും നിങ്ങളെ കുട്ടികളെ മുല കുടിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ വേറൊരാളെ കൊണ്ട് മുല കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഫലാ ജുനാഹ അലൈക്കും, ഫലാ ജുനാഹ അലൈക്കും അങ്ങനെ ആയാൽ കുറ്റമില്ല. അങ്ങനെ ആയെങ്കില്ല നിങ്ങൾക്ക് കുറ്റമില്ല. ഇതാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ്, ഇതാ സല്ലംതും മാ ആതൈതും നിങ്ങൾ എന്താണോ ആതൈതും അവർക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, ബിൽ മഅറൂഫ് മാന്യമായ നിലയ്ക്ക്. ആർക്ക് കൊടുക്കണം? മുല കൊടുക്കുന്ന സ്ത്രീക്ക്. ഒരു മുല കൊടുക്കുന്ന സ്ത്രീക്ക് കൊണ്ട് മുല കുടിപ്പിച്ചാൽ ആ സ്ത്രീക്ക് മാന്യമായ നിലയിൽ വേതനം കൊടുത്തുകൊണ്ട് പ്രതിഫലം കൊടുത്തുകൊണ്ട് അങ്ങനെ കുടിപ്പിച്ചാൽ അതിനും കുഴപ്പമില്ല. ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ്. പിതാവിന്റെ ഉത്തരവാദിത്തമാണല്ലോ. അവർക്ക് കൊടുത്തിട്ട് വേറെ സ്ത്രീയെ കൊണ്ട് മുല കുടിപ്പിക്കുന്നതിനും വത്തഖുല്ലാഹ്. അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ വിചാരിച്ച? അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ലാ തുദാറ വാലിദത്തും ബിവലദിഹ, നീ തന്നെ കൊടുക്കണം. എന്ത് ചെയ്യാൻ പാടില്ല? ബുദ്ധിമുട്ട് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ അവൾ വേറെ വിവാഹത്തിൽ ഏർപ്പെടാൻ പോവുകയായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളത് തടസ്സമാക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യാം? ഓക്കെ, 50-50 ഞാനും കൊടുക്കാൻ പകുതി. അതേപോലെ പരസ്പരം എന്ത് ചെയ്യുക? തശാവരും കൂടി ആലോചിച്ച് തറാവും ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക? വേറെ ആളെ കൊണ്ട് വിളിപ്പിക്കുന്നതിലും കുഴപ്പമില്ല. ഫലാ ജുനാഹ അലൈക്കും ഇദാ സല്ലംതും മാ ആതൈതും ബിൽ മഅറൂഫ്. അപ്പൊ അതുകൊണ്ടാണ് ഇദാ സല്ലംതും നിങ്ങൾ കൊടുത്താൽ, മാ ആതൈതും നിങ്ങൾ കൊടുക്കുന്നതിനെ എന്താണ് രണ്ടുപേരും കൂടെ വിചാരിച്ചിട്ട് വേറെ സ്ത്രീയെ കൊണ്ട് ഒളിപ്പിക്കുന്നതിനും കുഴപ്പമില്ല. വത്തഖുല്ലാഹ് വീണ്ടും പറഞ്ഞു, അള്ളാഹെ സൂക്ഷിച്ചോളൂ. ഇത്തഖു എന്ന് പറഞ്ഞാൽ പേടിച്ചോ, നരകത്തിലെ തീയെ നിങ്ങൾ പേടിക്കുക എന്നാണ്. പേടിയാണ് ഇത്തഖുവിലുള്ളത്. സൂക്ഷിക്കോ എന്ന് പറഞ്ഞാൽ, അള്ളാഹെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പേടിച്ചോ എന്ന്. കാരണം ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ വളരെ കൃത്യമായി സീരിയസ് ആയിട്ട് പഠിച്ച് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ട രീതി തന്നെ ചെയ്യണം. ഇടയിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പ്രോബ്ലവും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹ്.
നേരത്തെ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ അള്ളാഹ് അറിയുന്നവനാണ്. ഇവിടെ പറഞ്ഞത് ബിമാ തഅമലൂന ബസീർ, അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഇതാണ് നമുക്കിപ്പോ പഠിക്കാനുള്ള കാര്യം. ഹിജ്ജത്ത് കൊണ്ട് കേട്ടോ, ഹിജ്ജത്ത് കൊണ്ട് ഇതിന്റെ പര്യായപദമായിട്ട് ഹൗല് സനത്ത് ആമ ഹിജ്ജത്ത് എന്താണ് സമാനിയത്തെ ഹിജ്ജ്. 8 വർഷം എനിക്ക് പണിയെടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് മൂസാ നബി അലൈഹി സ്വലാം എനിക്ക് പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിൽ വായിച്ചില്ലേ സൂറത്തുൽ ഖസസിൽ? ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബനതയ്യ ഹാതൈനി അലാ അൻ തഅജുറനി സമാനിയത ഹിജ്ജ്. ഈ 2 പെൺകുട്ടികളുടെ ഒരാളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണ്. എന്ത് ചെയ്യണം? അലാ അൻ തഅജുറനി, എനിക്ക് എന്ത് ചെയ്യണം? പണിയെടുക്കണം. സമാനിയത്തെ ചെയ്യണം. എന്ത് ചെയ്യണം? ദാസ്യവേല ചെയ്യണം എന്നല്ലേ? ദാസ്യവേലയാണ്. അങ്ങനെ ഉദ്ദേശം ഉണ്ടാവില്ല. പണിയെടുക്കണം. അല്ല, അവരെ വീട്ടില് കാര്യങ്ങൾ നോക്കി. അതെ, അന്നാമല്ല എന്തായാലും. അല്ല എന്താ ജുറനി, എനിക്ക് പണിയെടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചു ദാസ്യപ്പണിയണമെന്ന്? അതിലെ പുസ്തകം പെട്ടെന്ന് അങ്ങനെ വന്നതോ വായില്. അല്ല, നമ്മൾ ഒരാളെ പണിക്ക് നിർത്തുക എന്നുള്ള സംഭവം അതുപോലെ ആവില്ല എന്തായാലും. പണിക്ക് നിർത്താന്നുള്ള അവിടെ കൃഷിപ്പണിയൊക്കെ ചെയ്യും. അതുകൊണ്ടല്ലേ ഈ ഇദ്ദേഹം ആരോഗ്യവാനാണെന്ന് പറഞ്ഞത്. ശരി. ഈ പണിക്ക് നിർത്തിയാണെങ്കിൽ എന്താണ്, വിശ്വസ്തനും ആരോഗ്യവാനുമായ ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്ത് പറഞ്ഞത് ഉസ്താദേ, ഇന്ന് നമ്മൾ തലാഖിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോ ഈ ഖുർആനുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ തലാഖ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പൊ ഇതിങ്ങനെ ചെയ്താൽ തെറ്റല്ലേ? ഇതേപോലെ തന്നെ ആയിരിക്കണ്ടേ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്? അതവര് ചെയ്യുന്നവർക്ക് അറിവ് വേണ്ടേ? അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഈ ഖുർആനിലേക്ക് അവർ ക്ഷണിക്കാനും ഖുർആനിലേക്ക് അവർ കൊണ്ടുവരാൻ എന്താ വഴി? രണ്ടുപേരും പരസ്പരം വ്യാപിപ്പിക്കണം. ദീനിലേക്ക് ഈ ആൾക്കാർക്ക് ബോധം ഉണ്ടാവാൻ എന്താ വഴി? അതുകൊണ്ടാണ് നമ്മളിപ്പം ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയും പറഞ്ഞ് ബുക്ക്ലെറ്റ് കൊടുത്താൽ ആരും വായിക്കില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും പല ആൾക്കാര്. ഞാൻ പല സ്ഥലങ്ങളും പോയിട്ട് പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്ത് ഖുർആൻ പഠനത്തിൽ എളുപ്പവഴി. അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു അടുത്തയാൾ നോട്ടീസ് കൊടുക്കുന്നത് എന്താണ്? അടുത്തയാൾ കൊടുക്കുന്നത് ഹോട്ടൽ ഉദ്ഘാടനമുണ്ട്, ജുവലറി ഉദ്ഘാടനമുണ്ട്, കാറിന്റെ ഷോറൂം ഉണ്ട്, നിങ്ങൾക്ക് ബൈക്ക് വാങ്ങിക്കാം, നോട്ടീസ് കൊടുത്താൽ എന്ത് ചെയ്യും? അത് വാങ്ങിക്കൊണ്ടു പോകും. നമ്മൾ ഖുർആൻ പഠനത്തിൽ എളുപ്പവഴി പറഞ്ഞ് ബുക്ക്ലെറ്റ് കൊടുത്താൽ വാങ്ങിക്കില്ല. കാര്യം എന്താ? അവർക്കതിന് സമയമില്ല, വായിച്ചാ കുടുങ്ങി. ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് തന്നെ, കാര്യമില്ലാന്ന് അവർക്ക് തോന്നുന്നത്. വായിച്ചാൽ കുടുങ്ങി, വായിച്ചാൽ കുടുങ്ങി. അതാണ് വായിച്ചാൽ കുടുങ്ങി, സത്യമാണ്. അപ്പൊ അതുപോലെ ജീവിക്കണ്ടേ? അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ, അറിഞ്ഞിട്ട് പ്രശ്നമില്ല. നിങ്ങൾ വരിക, ഓക്കെ, എന്തൊക്കെ നിസ്കരിക്കുക, പോവുക. ചിലപ്പോൾ ജുമയ്ക്ക് മാത്രം വരുന്നവരുണ്ടാവും. അപ്പൊ ഈ ഖുർആനിക വിജ്ഞാനീയത്തെ നമ്മൾ വ്യാപിപ്പിക്കുക മാത്രമാണ് അതിന് സൊല്യൂഷൻ ഉള്ളത്. ഖുർആനിക വിജ്ഞാനത്തെ വ്യാപിപ്പിക്കുക. പരിമിതമാക്കേണ്ടതല്ല. അതേപോലെ ഈ വർഷങ്ങളോളം കുത്തിയിരുന്ന് പഠിക്കേണ്ടതല്ല. എന്നൊക്കെയുള്ള ചിന്താഗതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മാധ്യമ നിലയ്ക്ക് എന്നാണ് ഉസ്താദ് ഖുർആനിൽ പറയുന്നത്. നമ്മള് ഇസ്ലാം ഫോളോ ചെയ്യുമ്പോൾ അത് ഒരു എന്താ പറയാ, ഒരു മാധ്യമ നിലയിലാവണം എന്നല്ലേ നമ്മളോട് പറഞ്ഞുള്ളത്. ഒരുപാട് മധ്യമ നില, മധ്യമ നില
അതതിന്റെ എക്സ്ട്രീം ആയി പോകുമ്പോഴാണ് ആൾക്കാർക്ക് അതിനോട് വെറുപ്പുള്ളത്. അതെ അതെ, നമ്മൾ അതുകൊണ്ടാണല്ലോ എക്സ്ട്രീമിസം പറയാത്തത്. നമ്മൾ എക്സ്ട്രീമിസം പറയാത്തത് അതുകൊണ്ടാണ്. നമ്മള് ആൾക്കാർ വരുന്നു, പഠിക്കുന്നു, അതിനപ്പുറം നമ്മളെ നമ്മളൊന്നും ചെയ്യുന്നില്ല. കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം കണ്ടിട്ട് അവർ മനസ്സിലാക്കി വരണത്. കണ്ടിട്ട് കാര്യം മനസ്സിലാക്കി ജീവിക്കണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാ, അവരെ എപ്പോഴും സ്വലാത്ത്, അങ്ങനെ കുറെ സംഗതികളുണ്ടല്ലോ. കുറെ സംഗതികളിലേക്ക്, മതപരമായ കുറെ ഏടാങ്കുടങ്ങളിലേക്ക് കെട്ടിടുക. അങ്ങനെ കെട്ടിടാൻ പാടില്ല. കുറെ ഏടാകുടങ്ങൾ കെട്ടിയിടുക. പിന്നെ അതേപോലെ കുറെ വിലക്കുകൾ എല്ലാം ഹറാമാണ് നമ്മൾ പറയുക, ഹലാലൊന്നുമില്ല. ശരിയാണ്. എന്ത് കണ്ടാലും പെട്ടെന്ന് ഹറാമാക്കലാണ്. എന്തിനു കണ്ടാലും അത് പാടില്ല, ഇത് പാടില്ല, അഴകുഴമ്പം നയം പാടില്ല കേട്ടോ. ഞാൻ അഴകുഴമ്പം നയം പാടില്ല. ചില ആൾക്കാർ പെട്ടെന്ന് പറഞ്ഞു പോയി ചിലപ്പോൾ അഴകുഴമ്പാണെന്ന് ഞാൻ നോക്കുന്നുണ്ട്. അഴകുഴമ്പം നയം മൊത്തത്തിൽ പാടില്ല, പക്ഷെ എന്നാൽ അവരെന്ത് ചെയ്യാൻ പാടില്ല. അഴകുഴമ്പൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമിസത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് എന്താണ്, അത് അവർ അയഞ്ഞ സമീപനം. മൊത്തം അയഞ്ഞ സമീപനം പാടില്ല. അയഞ്ഞ സമീപനം പാടില്ല. കുറച്ച് അതേസമയം കുറച്ച് ഫ്ലെക്സിബിൾ ആകണം. പുതിയ ജനറേഷൻ പുതിയ ജനറേഷൻ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം എന്റെ ക്ലാസ്സിൽ പലരും പല തരത്തിലും വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നവരുണ്ടായിരുന്നു. തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാർ നമുക്കറിയാമല്ലോ. അപ്പൊ ഞാൻ അവരോടൊന്നും എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വരണം, ഞാൻ പറഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്യും, ശരീരം മറച്ചു ക്ലാസ് വരുന്നു. ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങൾ അവരവരുടേതായ നിലയിൽ ജീവിച്ചോട്ടെ. പക്ഷെ അവർ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക, പഠിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിലൂടെ അവരിലും അവരുടെ ജീവിത രീതിയിലും അവരുടെ കുടുംബത്തിനും കുട്ടികളിലൊക്കെ മാറ്റമുണ്ടായവർ ആൾക്കാർ പലരുണ്ട്. പിന്നെ അവര് ഭാര്യമാരെയൊക്കെ കൊണ്ടുവന്ന് അക്ഷരം പോലെ പഠിപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഭാര്യമാരൊക്കെ എന്തായിരുന്നു, ചില ആൾക്കാരുടെ ഭാര്യമാര് പറയുന്ന പോലെ ദീനോട് വിരക്തിയുള്ളവരായിരുന്നു. എന്നിട്ട് ഒരു എന്താ പറയാ, ഒരു അടുപ്പമില്ലാത്ത ഒരു നിലവാരത്തിലായിരുന്നു. പിന്നീട് അവരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, മുതിർന്നവരും കുട്ടികളും ഒക്കെ കൂടെയുള്ള ഒരു ക്ലാസ്സിൽ ഇരുത്തി അവരെ അക്ഷരം പോലെ പഠിപ്പിച്ച് നമ്മുടെ ക്ലാസ്സിൽ പിന്നീട് അണ്ടർസ്റ്റാൻഡ് ഖുർആനിലൊക്കെ പഠിച്ച ദീർഘകാലം പഠിച്ച ആൾക്കാരെ. പർദ്ദയോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ ഇടാത്തത്? അതൊന്നും അങ്ങനെ ചോദിക്കരുത് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ. അത് നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ ജോലിക്ക് പോകുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടാകാം, അവരുടെ വളർന്നുന്ന ശൈലിയാകാം, രീതിയാകാം. പക്ഷെ അവർ ഖുർആൻ പഠിക്കാൻ വരുന്നു എന്നത് എന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണണം. ശരി. ഉസ്താദേ, നമ്മൾ എഴുതാ വേളയില് ഈ ഭർത്താവിന്റെ വീട്ടിലല്ലേ നിൽക്കേണ്ടത് അല്ലേ? അല്ല, അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞപ്പോ നമ്മള് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണല്ലോ 3 മാസം 10 ദിവസം. പിന്നെ അതേ 4 മാസം 10 ദിവസം അല്ലേ? അത് ഭർത്താവ് മരിച്ചാലുള്ള ഇതാണ്. മരിച്ചാലാണ് 4 മാസം. ഇത് 3 മാസം. അടുത്ത അപ്പുറത്ത് പറയുന്നുണ്ട് 3 മാസം. അത് അല്ലല്ല, മരിച്ചാല് 4 മാസം 10 ദിവസമാണ്. 3 മാസം 10 ദിവസം. 3 മാസം അല്ലല്ലോ, 10 ദിവസം അല്ലല്ലോ. 3 മാസം. അതായത് 3 ആർത്തവകാലം അല്ലെങ്കിൽ 3 ശുദ്ധികാലം. മറ്റൊന്നാണ് വല്ലദീന യതവഫൂന മിൻകും വയദറൂന അസ്വാജൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്ത് വരുന്നത്. പിന്നെ അതുപോലെ ഈ കുട്ടിക്ക് 2 വയസ്സാവുന്നത് വരെ നമ്മൾ പാല് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്തും ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണോ നിൽക്കേണ്ടത്? എന്ത് കഴിഞ്ഞാലും എങ്ങനെയാ? നിർബന്ധമില്ല. അല്ല, അത് വേറെ നിയമമാണ് കേട്ടോ. അത് നിയമം വേറെയാണ്. മരിച്ചാലും 4 മാസം 10 ദിവസം ഉസ്താദേ. അതെ, അത് അടുത്ത ആയത്ത് വരുന്നുണ്ട്. വല്ലദീന യതവഫൂന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന. പിന്നെ തലാഖ് ചൊല്ലിയാലാണ് ഇങ്ങനെ അല്ലേ? തലാഖ് ചൊല്ലിയ 3 മാസം. അതുപോലെ 3 തലാഖ് ചൊല്ലിയാൽ അത് തലാഖ് സഹിയാവോ ഉസ്താദേ? അതൊക്കെ ഇപ്പൊ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ. അതിന്റെ ശരിയായ നിലപാടാണ് നമ്മൾ തുടക്കം പോലെ പറഞ്ഞത്. തലാഖ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് ഒരു തലാഖ് ചൊല്ലുക, അതാണ് ത്വലാഖ്.
അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 ഓപ്ഷൻ അവിടെ കിടക്കുന്നത്. പിന്നെ വേനലും മഞ്ഞും മഴയുമായ സാഹചര്യം വന്നാലാണ് അടുത്ത പ്രശ്നം വരുന്നത്. അത് രണ്ടാമത്തേതായി. പിന്നീട് പറഞ്ഞതുപോലെ നടക്കൂല എന്ന് കണ്ടാലാണ് മൂന്നാമത്തേതായി. മൂന്നാമത്തായി കഴിഞ്ഞാൽ പിന്നീട് ആകെ പ്രശ്നമായി. മറ്റേത് 1, 2, 3 ഒപ്പം ചെല്ലണ്ട. അങ്ങനെ വകുപ്പൊന്നും എന്തില്ല, ഇസ്ലാമിലില്ല. അല്ല, അപ്പൊ അങ്ങനെ ചെയ്താൽ സഹിയാവില്ല അല്ലേ? സഹിയാവില്ല. അതാണ് ഖുർആൻ പഠിച്ചിട്ടല്ലല്ലോ ഇപ്പൊ ചെല്ലണത്, ചെയ്യണം. അടുത്ത ആയത്താണ് നിങ്ങൾ പറയുന്ന ആയത്ത് കേട്ടോ. നമ്മൾക്ക് പഠിക്കാനുള്ള തൊട്ടടുത്ത ആയത്താണ് വല്ലതിനെ തോഫാൻ നിങ്ങൾക്ക് വേദനോൻ അസുവാദം. മരിച്ചാലുള്ള ആയത്ത് അടുത്ത ആയത്താണ്. അതുപോലെ പാല് കുടിക്കുന്ന കുഞ്ഞുണ്ടാകുമ്പം ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നില്ലേ? അപ്പൊ അത് കുഞ്ഞിനാണോ പറയുന്നത് അതോ ഭാര്യക്കാണോ പറയുന്നത്? കുഞ്ഞിന് പാലല്ലേ കൊടുക്കുക? അല്ല, അങ്ങനെയല്ല. കുഞ്ഞിന്റെ ചെലവിന് വേണ്ടിയിട്ടുള്ളതാണോ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? രണ്ടും. ഭാര്യയായിരുന്നപ്പോഴാണല്ലോ കുട്ടി ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഹൗലൈനി കാമിലൈനി ലിമൻ നറാദ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. വാലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന. അവർക്ക് നർത്തം. ഓക്കെ, അല്ലേ? അതെ. നമ്മള് പഠിച്ചു നോക്കിയിട്ട് എന്താ ഖുർആൻ പഠിക്കാൻ പറ്റുന്നുണ്ടോ എളുപ്പത്തിൽ? ഇത് ഏറ്റവും ജൂനിയർ ആരാ? സീനിയർ ആരാണ്? സീനിയർ മോസ്റ്റ് ആർക്ക് തോന്നുന്നു ഞാനാണ് സീനിയർ മോസ്റ്റ് എന്ന്? എനിക്ക് 58 വയസ്സ്. വയസ്സല്ലേ? അത് ഞാനാവോ? എത്രയായി? ഞാന് 65 ആവും. ഞാൻ ഇത്താന്ന് വിളിക്കേണ്ടി വരും. ഞാനുണ്ട്. ഞാനേ ഇത്താന്ന് വിളിക്കേണ്ടി വരുമെന്ന്. സൗണ്ട് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, ചെറിയ കുട്ടിയെ പോലെ തോന്നുന്നു കേട്ടോ. എനിക്കുണ്ട് 65. ഏത് പ്രായക്കാർക്കും ഇനിയുണ്ട് ആൾക്കാർ. അതെ, അത് ശരിയാണ്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നസീമ തിരുവനന്തപുരമാണോ പറഞ്ഞത്? അതെ. ഡോക്ടർ റാവുത്തറിന്റെ ഹസ്ബൻഡ് പേരെന്താ പറഞ്ഞു? ഷാജഹാൻ. നിങ്ങളെ പോകുമ്പോഴല്ലേ? അല്ല, കല്ലമ്പലം. കല്ലമ്പലമാണ്. അത് ശരി. തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളാണല്ലേ? കല്ലമ്പലം എനിക്ക് വളരെ ജംഗ്ഷന്റെ അടുത്ത് തന്നെ. ഷാജഹാൻ എന്നെ അറിയുമോ? അറിയാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും പ്രായമുള്ളവരൊക്കെ പഠിച്ചിട്ട് എന്താ തോന്നുന്നുണ്ട്? ഖുർആൻ പഠനം എളുപ്പമാണോ? എളുപ്പമാണ്. ഒരാൾ അക്ഷരം പോലെ പഠിക്കാൻ തുടങ്ങിയാലോ? ഇന്നൊരു വീഡിയോ കണ്ട് ആലപ്പുഴ കുറെ ദർസുകൾ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരാണ്. എല്ലാം കൂടെ എന്ത് ചെയ്തിട്ടിരിക്കുകയാണ്, പ്രായമുള്ള കുറെ ആൾക്കാരുണ്ട്, മുതിർന്ന കുറെ പുരുഷന്മാരാണ്. എല്ലാവരും കണ്ടിടത്തോളം എബവ് 50, 55 അതിനൊക്കെ മുകളിലൊക്കെ ഉള്ള ആൾക്കാർ കല്ലുണ്ട്. എല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യണം, അൽഫാമല് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മനസ്സ് വെച്ചാൽ ഏത് പ്രായക്കാർക്കും ഖുർആൻ പഠിച്ചേ തുടങ്ങാം. തുടക്കം പോലെ പഠിക്കാവുന്നേ ഉള്ളൂ. ഒരാൾക്ക് മനസ്സിന് എന്ത് ചെയ്യണം, ഒരു തീരുമാനം വേണം. എനിക്ക് നടക്കും എന്ന തീരുമാനം ഉണ്ടെങ്കിൽ ആർക്കും പഠിക്കാവുന്നേ ഉള്ളൂ. ബേസ് ഉണ്ടാവണം. ബേസ് എന്ന് പറഞ്ഞാല് ഈ അടിത്തറ മുതൽ തന്നെ നല്ല കൃത്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. പഠിക്കാനുള്ള താല്പര്യം മാത്രം പഠിപ്പിക്കണ്ടല്ലോ.
ഉസ്താദിന്റെ ക്ലാസ്സിൽ തന്നെ കൃത്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ബേസ് നമ്മുടെ കോഴ്സ് അലിഫ് ബാത്ത മുതൽ റീഡിങ് ബേസ് ചെയ്തിട്ടുള്ള 24 ക്ലാസ് കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നു, വായിപ്പിക്കും. 24 ക്ലാസ്. ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചത് അക്ഷരം മുതലല്ലല്ലോ. 24 ക്ലാസ്. അക്ഷരം പോലെ പഠിച്ച കുറെ സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക്. ഞാൻ നേരത്തെ തിരുവനന്തപുരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, തിരുവനന്തപുരം മരുതക്കാട്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം വിജിലൻസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വിജിലൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വേറെ ആരോ ഒരാള് പറഞ്ഞിട്ടാണ് അദ്ദേഹം ക്ലാസ് വരാൻ പോയത്. എന്തായാലും അദ്ദേഹം ക്ലാസ് വന്ന് വരുമ്പോഴത്തേക്ക് ദീനുമായിട്ട് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ദീനുമായി കൂടുതൽ അടുപ്പമുണ്ടായി, കുട്ടികളെ ആ രീതിയിൽ വളർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് പിന്നീട് ഖുർആൻ വായിക്കാൻ അറിയാത്ത ഭാര്യയെ കൊണ്ടുവന്നിട്ട് നമ്മൾ അക്ഷരം പോലെ പഠിപ്പിക്കുന്ന ബാച്ച് അവിടെ തുടങ്ങിയായിരുന്നു. അൽഫബറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം പുസ്തകത്തിന്റെ പേര് തന്നെ അൽഫബറ്റാണ്. അൽഫബറ്റ് തന്നെ ഉണ്ടോ, നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്ന് കിട്ടിയിട്ടിയാൽ കുട്ടികൾക്കൊക്കെ, ചെറിയ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേനി. നമ്മൾ ചെറിയ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങിയില്ല. ചേർക്കാൻ കുട്ടികളെ കുട്ടികളെ ചേർക്കാൻ എന്റെ മക്കൾ ചേർത്തിയില്ല. അതെ, ആൽഫബറ്റ് എന്നാണ്. അത് തുടക്കം മുതൽ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യാവുന്ന സംഭവങ്ങളാണ്. ഉസ്താദെ, നമുക്ക് തന്നെ കിട്ടിയ വളരെ സന്തോഷമായിരുന്നു. നമുക്കൊന്നും അടിത്തറയില്ലാതെ വന്ന ആൾക്കാർ. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിലൊക്കെ അക്ഷരശുദ്ധി അതായത് ദീനിലേക്ക് വന്ന ആൾക്കാർ പോലും ആൽഫബറ്റ് മുതൽ ആൽഫബറ്റ് മുതൽ പഠിച്ചു വന്ന ആൾക്കാർ നമ്മളെ ഇതിലുണ്ട്. എന്നിട്ട് അവര് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ 100 മാർക്ക് വാങ്ങുക. അതേപോലെ 100 മാർക്ക് വാങ്ങുക. അതേപോലെ കമ്മ്യൂണിക്കേറ്റ് അറബിക്കിൽ 100 മാർക്ക് വാങ്ങിക്കുക. അത് ശരിയാ. നമ്മുടെ പക്ഷെ ആ ഹാൻഡ് റൈറ്റിംഗ് തന്നെ ഉസ്താദ് പഠിപ്പിച്ചതുകൊണ്ട് ആ കുട്ടിയുടെ പ്രൊണൗൺസിയേഷനും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എന്തൊരു മനോഹരാണെന്ന് പറഞ്ഞാൽ നമുക്ക് തീരില്ല. അത്രയധികം ഒരു വല്ലാത്തൊരു അനുഗ്രഹമായിട്ട് അത് തോന്നി. അപ്പൊ ആ തുടക്കം മുതലേ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ നേരെ കുട്ടി അത്രയും അതിന് ഇതായിട്ടാണ്. ഒരുപാട് അല്ല, അവർക്കൊക്കെ വീട്ടില് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. വീട്ടില് കുട്ടികളും ഭർത്താവും. അതേപോലെ നമ്മൾ ആദ്യം വിചാരിച്ചത് അവർക്ക് അനുകൂലമായ അന്തരീക്ഷമായിരുന്നു. നമ്മള് ഒബ്ജക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒബ്ജക്ഷൻ അവരില്ലാതാക്കിയതാണ്. അവര് ക്ലാസ് അവിടെ എത്തിയില്ലല്ലോ, മുഴുവനായില്ലല്ലോ. മുഴുവൻ അടുത്ത ആഴ്ച അടുത്ത ക്ലാസ് പഠിപ്പിക്കും കേട്ടാ. 38ാമത്തെ പേജ് അടുത്ത ക്ലാസ് പഠിപ്പിക്കും. അവർക്ക് ഹസ്ബൻഡൊക്കെ അവര് അനുകൂലാണെന്നാണെന്നൊക്കെ പറഞ്ഞത് അന്ന് പറഞ്ഞത്. പക്ഷെ ശരിക്കും അവര് ബലം പിടിച്ച് നിന്നാണ്. എനിക്കിതേ പറ്റൂ, നിങ്ങൾ എന്നോട് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചാൽ എനിക്ക് എന്റെ നിലപാട് സ്വീകരിക്കേണ്ടി വരും. അപ്പൊ വേറെ ചില പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോ ആ പ്രശ്നത്തിന്റെ പേരിൽ ഇവര് പറഞ്ഞു, ഞാൻ എന്റെ വഴി ഇതാണ്, നിങ്ങൾ എനിക്ക് തടുത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് 33 കഴിഞ്ഞ് അള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നില്ല, അതുകൊണ്ടാണ് കാണാത്തത്. ഒരു സംശയം ചോദിക്കട്ടെ. അപ്പൊ അവർക്ക് വിവാഹബന്ധം തുടരാൻ പറ്റുമോ ഇങ്ങനെ 2 നിലയ്ക്കാവുമ്പോ? എന്തുകൊണ്ട് പറ്റില്ല? ഒരാൾ ഇസ്ലാമികമായിട്ടും ഒരാള് അല്ലാതെയും അതൊന്നും കുഴപ്പമില്ല. അല്ല ഉസ്താദ്, ഈ ഇസ്ലാമിക കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതെന്നെ ഉസ്താദെ, ഞാൻ തന്നെയാ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോ അങ്ങനെയൊക്കെ നിന്നാല്, അപ്പൊ എല്ലാവരും യോജിച്ചാലേ വരാൻ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ നടക്കുവോ? ഇല്ലല്ലേ. റൂറൽ സൊസൈറ്റിയിലെ ഇസ്ലാം എന്ന് പറഞ്ഞ് വേറൊരു ഇസ്ലാമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാം അല്ലാത്ത വേറൊരു ഇസ്ലാമുണ്ട്. എന്താണ് അങ്ങനെ പറഞ്ഞാലും ഉസ്താദെ ഒന്നും കൂടെ പറയൂ. അതെന്താ പ്ലൂറൽ സൊസൈറ്റി എന്ന് പറഞ്ഞില്ലേ? അതായത് ബഹുസ്വര സമൂഹം. അപ്പൊ ബഹുസ്വര സമൂഹം അവിടെ ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. ഏതൊരാൾക്കും കടന്നു വരാൻ ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം. അപ്പൊ ഒരാൾ കടന്നു വരാൻ ഉദ്ദേശിക്കുകയാണ്, അപ്പുറത്ത് ഭർത്താവ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഭർത്താവ് തടസ്സം നിന്നാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഭർത്താവ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും?
അപ്പോ അവർക്ക് വരാനും ആചരിക്കാനും അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് ജീവിക്കാനും സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് കടന്നു വരാം, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കടന്നു വരാം. അതേസമയം ആ വൈവാഹിക ബന്ധം തുടരുകയും ചെയ്യാം. അതെ വൈവാഹിക ബന്ധം തുടരാം. അതിനെന്ത് ചെയ്യാം? അതിന് റൂറൽ സൊസൈറ്റിയിലെ ഫിഖ് എന്താ പറയാ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കർമ്മശാസ്ത്രമുണ്ട്. നമ്മൾ വായിക്കുന്ന ഗ്രന്ഥങ്ങളെല്ലാം കർമ്മശാസ്ത്രങ്ങളെല്ലാം എഴുതിയത് മുസ്ലിം ഭൂരിപക്ഷ സമൂഹത്തിൽ എഴുതപ്പെട്ടതാണ്. അപ്പൊ മുസ്ലിം ഒരുപാട് ആൾക്കാരുണ്ട് റൂറൽ സൊസൈറ്റിയിൽ. ഇപ്പൊ അമേരിക്കയിലും പിന്നെ മസീഹ് എന്ന് പറഞ്ഞ അഹ്ലി കിതാബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യായീകരിക്കാം. അപ്പൊ അവിടെ എല്ലാം ഇപ്പൊ യൂസുഫുൽ കർലാവി പോലെ, അതേപോലെ യൂസുഫുൽ കർലാവിയാണ് ഈ അങ്ങനെ ഒരു സ്വതന്ത്ര രീതിയിൽ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത്. അതേപോലെ ഇബ്നു ബാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സൗദി അറേബ്യയിലെ മുഫ്തി അൽ ആം ആയിരുന്ന ആളാണ് ഇബ്നു ബാസ്. മുഫ്തി അൽ ആം എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ് ഇബ്നു ബാസ്, ഷേഖ് ഇബ്നു ബാസ്. ഷേഖ് ഇബ്നു ബാസിന്റെ ആദ്യത്തെ ചില ഫത്വകളിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? കുറച്ച് ചിന്താഗതി ഉണ്ടായിരുന്നു, കടുംപിടുത്തം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം റൂറൽ സൊസൈറ്റിയിലേക്ക് പോയത്. അപ്പം അവിടെ അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് 99.9% മുസ്ലിംകളുള്ള സ്ഥലത്താണ്. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം പഠിക്കുന്നതും വികസിക്കുന്നതും അദ്ദേഹത്തിന്റെ ഗവേഷണം നടത്തുന്നതും എന്താ പറയുക ഫത്വകൾ പുറപ്പെടുവിക്കുന്നത്, മതവിധികൾ പുറപ്പെടുവിക്കുന്നത്. പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താഗതി വേറൊന്നായി മാറി. ഈ യൂസുഫുൽ കർലാവി തന്നെയും സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്നും കൂടുതൽ ഫ്ലെക്സിബിൾ ആയത് അദ്ദേഹം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയതിനു ശേഷമാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. കാരണം അവിടെ വസ്ത്രം തന്നെ ധരിക്കാത്ത ആൾക്കാരുണ്ട്, പേരിന് മാത്രം വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലൊക്കെ സ്വീകരിക്കാവുന്ന ഇളവുകൾ അദ്ദേഹത്തിന്റെ മതവിധികളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ലോൺ എടുക്കുന്ന കാര്യങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വേറെ തരത്തിലുള്ള വിധികൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സലാം പറയുന്നത്, വിഷ് ചെയ്യുന്നത്, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? റൂറൽ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് പഠിക്കാനുണ്ട്. എല്ലാം നമുക്ക് ഇപ്പൊ പറഞ്ഞുതരാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുസ്വര സമൂഹം എന്ന് പറഞ്ഞാൽ വേറൊരു സമൂഹമാണത്. നമ്മൾ ആചരിച്ചു വരുന്ന അധികം കാര്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷത്തിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതെ, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷം, അത് അല്ല മാതാപിതാക്കളിൽ നിന്ന് വന്നതല്ല. അതായത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം എന്താണ്? മുസ്ലിം ഭൂരിപക്ഷ സമൂഹത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഇപ്പോൾ 90% എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങൾ. പൂർവ്വ മുൻഗാമികൾ എഴുതിയ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇമാം ഷാഫിയും അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ എവിടെ ഉണ്ടായിരുന്നത്? ഇവരെല്ലാം ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം മുസ്ലിം ഭൂരിപക്ഷ നാടുകളിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നീട് ഇസ്ലാം വ്യാപിച്ച് വരുമ്പോൾ മുസ്ലിങ്ങളും അല്ലാത്തവരും ഇടകലർന്ന് ജീവിക്കുന്ന സമൂഹം വരും. എത്രത്തോളം ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ ഒരു ജഡ്ജിനെ കണ്ടു, കാളി. അദ്ദേഹം പരിചയപ്പെടുത്തിയത് കാളി എന്നാണ്, അദ്ദേഹത്തിന്റെ കോടതിയിലെ കാളി എന്നാണ് ജഡ്ജി. അത് ഒരു കോടതിയിലെ ജഡ്ജാണ് അദ്ദേഹം. അദ്ദേഹം അവിടുത്തെ ആ സ്ഥലത്തെ ഇമാം കൂടിയായിരുന്നു. അപ്പോ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ പരിചയപ്പെടുകയും സംസാരിക്കുകയും എല്ലാ വക്തും നമസ്കരിക്കുന്ന കൊണ്ട് എനിക്ക് അദ്ദേഹമായിട്ട് അടുപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒരു നീ എവിടെയാണ് കിടക്കുന്നത്? കമ്പനി അക്കോമഡേഷനിലാണ്. ആരൊക്കെ ഉള്ളത്? എല്ലാ ആൾക്കാരും ഉണ്ട്. ഞാൻ മാത്രമേ ഉള്ളത് മുസ്ലിമായിട്ട് ആ റൂമിൽ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ നീ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും? അതേ ചോദിച്ചു. മാംസം ഉപയോഗിച്ചാൽ തന്നെ മാംസം പുറത്ത് അറക്കുന്നതാണല്ലോ. അക്കോമഡേഷൻ മാംസം അറക്കുന്നില്ലല്ലോ. അപ്പൊ അറുത്തതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഹലാലായിട്ട് അറുത്താണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് ഒരുമിച്ച് കിടക്കുന്നതിനെ കുറിച്ചും പോലും അവർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ്. ഒരുമിച്ച് കിടക്കുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ഞാൻ അത് ജായിസാണ്, അനുവദനീയമാണ് എന്ന് പറയുമ്പോഴാണ് പിന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് ശരിയാണ്, ഈ പറയുന്നത് ശരിയാണ്, അനുവദനീയമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതിലേക്കാണ് പോയത്.
അപ്പൊ നമ്മുടെ അദ്ദേഹത്തിന് എന്താണ്, അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവര് ജീവിക്കുന്ന മുഴുവൻ എന്താണ്, മുസ്ലിംകളുമായി മാത്രം ഇടപഴകിയാണ് ജീവിക്കുന്നത്, മുസ്ലിങ്ങളുമായി മാത്രം ഇടപഴകിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? അപ്പൊ അത് വികസിച്ചു വരുമ്പോൾ സ്വതന്ത്രമായി ഒരാൾക്ക് ദീനിലേക്ക് കടന്നു വരാൻ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള സ്വതന്ത്ര ചിന്താഗതി ഉണ്ടാകണം. അപ്പൊ അങ്ങനെ സ്വതന്ത്ര ചിന്താഗതി ഉണ്ടായിരുന്നുകൊണ്ട് ഈ പറഞ്ഞ സ്റ്റുഡന്റ് അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് അവരുടെ മകൻ ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ചു. മകൻ ചെറുതല്ലേ അതിന്? 10ാം ക്ലാസ്. മകൻ എഞ്ചിനീയറിംഗ് പഠിച്ചോണ്ടിരിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ എങ്ങാണ്ട്, ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ആയി പഠിച്ചോണ്ടിരിക്കുക. ഫസ്റ്റ് ഇയർ ആണ് ഇപ്പൊ ചേർത്തിട്ടുള്ളൂ. എന്താ ഉമാകുമാരി, എന്താ അതിന്റെ പേര് കുട്ടിയുടെ? മഹേശ്വരി. മഹേശ്വരി. അതെ അതെ, മഹേശ്വരി. അപ്പൊ എന്തായിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, അവര് പഠിക്കും. അപ്പൊ മകൻ വന്നു. അപ്പൊ മകനോട് എന്താ പറഞ്ഞത്? മകനോട് നീ പഠിച്ചിട്ട് വേണം വരാനെന്ന് പറഞ്ഞു. അപ്പൊ മകള് പഠിച്ചോണ്ടിരിക്കുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക. മകൾ എന്താ 10ാം ക്ലാസ്സിലാണ് അല്ലേ? 9ാ 10ലാണ്. എന്തായിരുന്നാലും അതൊക്കെ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അവർക്ക് ഭർത്താവിനെ കൂടെ ഇത് കൊണ്ടുവരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് വേറെ ചില വിഷാദങ്ങളുണ്ടായി. ഇപ്പം മാറിയാണ് താമസിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇത്തിരി കാലം ക്ഷമിച്ച് കൂടെ നിന്നത്, എന്തെങ്കിലും ചെലവുകൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഈ ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യാനൊന്നും അയാള് എതിർപ്പില്ല, അന്നും ഇന്നും ഇല്ല. പക്ഷെ അയാളുടെ പ്രവൃത്തി ഇപ്പോ തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് ഇനി അള്ളാഹ് ഹിദായത്ത് കൊടുത്തെങ്കിൽ വരട്ടെ എന്നുള്ള ഒരു തീരുമാനം, ഇനി എന്തായാലും പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി. ഏതൊരാൾക്കും ഏത് സന്ദർഭത്തിലും ഖുർആൻ പഠിച്ചു തുടങ്ങാം. ദീനിനെ കുറിച്ച് തന്നെ പഠിച്ചു തുടങ്ങാം. ഏത് പ്രായത്തിലും പഠിച്ചു തുടങ്ങാം. അത് എളുപ്പമാണ്. ഖുർആൻ പറഞ്ഞ അറബി ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഭാഷയാണ് അറബി ഭാഷ. ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ 14 അടയാളങ്ങൾ. നമ്മൾ ആൽഫബറ്റ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. 14 അടയാളങ്ങളാണ് ഉള്ളത്. ആദ്യം തന്നെ നമ്മൾ കഴ്സീവ് റൈറ്റിംഗ് പഠിപ്പിക്കും. കഴ്സീവ് റൈറ്റിംഗ്, അത് പിന്നെ എന്താ പറയാ, റൗണ്ട് റൈറ്റിംഗ്, പിന്നെ നമ്മളെ കൂടെ ഒന്ന് പഠിപ്പിക്കുമല്ലോ. 3 ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട്. നിങ്ങളെ കുട്ടികളെയും കൊണ്ടുവരി. നിങ്ങളെ കുട്ടികളൊക്കെ ചേർത്ത് നമ്മൾ നല്ലൊരു ടീച്ചർ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള. അവരിപ്പം 24 hours പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അത്രത്തോളം ശമ്പളമൊന്നും കൊടുക്കുന്നില്ല അവർക്ക്, എങ്കിലും നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. നിങ്ങളെ കുട്ടികളെ കൊണ്ടുവന്നാൽ നമ്മൾ അടുത്ത ടീച്ചറിനെ കൂടെ അപ്പോയിന്റ് ചെയ്യും. നമ്മൾ അടുത്ത മദ്രസ ഘട്ടത്തിലേക്ക് തുടങ്ങാൻ പോവാണല്ലോ. ഇപ്പൊ നമ്മൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾ ചേർത്തിട്ടുണ്ട്. അത് തുടർന്ന് പോകുന്നുണ്ട്. അടുത്ത മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളത് അടുത്ത ഏപ്രിലോട് തുടങ്ങും. മാർച്ച് കഴിയുമ്പോഴത്തേക്ക് അക്കാഡമിക് ഇയറിന്റെ എൻഡ് കഴിയുമ്പോൾ നമ്മൾ പുതിയ അക്കാഡമിക് ഇയറിൽ മദ്രസ വിദ്യാഭ്യാസം എല്ലാം തുടങ്ങിയിട്ടാണ് നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം കാര്യം അറിയുന്നത്. ഏതായാലും വന്നാൽ പ്രവചിച്ചേട്ടെ. നമ്മളെന്തെങ്കിലും ഈ കാഴ്ചപ്പാടുകൂടിയുള്ളവരായിരിക്കണം പഠിപ്പിക്കണതും. ഏത് ഇതുപോലെ ഏതൊരാൾക്കും കടന്നു വരാമെന്നുള്ള ഈ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം ടീച്ചർമാര്. വല്ലാതെ അങ്ങനെ കടുംപിടുത്തം പിടിക്കാത്തുള്ളവരായിരിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായി. നമ്മൾ അവർക്ക് എല്ലാ ട്രെയിനിങ് കൊടുക്കും. പുതിയതായിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്ത ഒരു ഹിഫ്ള് ടീച്ചറുണ്ട്. 2 ഹിഫ്ള് ടീച്ചർമാരുണ്ട്, ഒരു മെയിലും ഒരു ഫീമെയിലും. അവർക്കൊക്കെ നമ്മൾ നമ്മുടേതായ ശൈലി എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അവരെ അത് ഉൾക്കൊള്ളാൻ സന്നദ്ധമാണ്. ആദ്യമൊക്കെ ബലം പിടിച്ച് നിന്നെങ്കിലും അത് ഉൾക്കൊള്ളാൻ സന്നദ്ധമാണ്. ഇപ്പൊ ഈ അടുത്ത് പുതിയതായിട്ട് ചേർന്ന ഒരാളാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. അക്ഷരം വിളിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇന്റലിജൻസ് അതായത് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം എന്നെ റിട്ടയർഡായി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പം ഇതുപോലെ സീനിയർ ക്ലാസ് എടുക്കാൻ പറ്റുന്നുള്ളൂ എനിക്ക്. അപ്പൊ ജൂനിയർ ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടി പുതിയ അധ്യാപകരാണ് വെച്ചത്. അപ്പൊ ഈ ഹിഫ്ള് അധ്യാപകനാണ് ഏൽപ്പിച്ചത് പഠിപ്പിക്കാൻ. അദ്ദേഹം ഭംഗിയായിട്ട് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭംഗിയായിട്ട് മീൻസ് അവർക്ക് ഡൗട്ട് ഉണ്ടാകുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന രീതിയിലാണ് അവർ പഠിപ്പിക്കുന്നത്. അവർക്ക് ഡൗട്ട് ഇല്ലാതെ വരുമ്പോൾ അവർ തോന്നിയവരെ പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അവർക്ക് ഡൗട്ട് ഉണ്ട്, നമ്മൾ ചോദിച്ചിട്ട് കൃത്യമായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ പറയുന്നത് ഇപ്പൊ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരെല്ലാം കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, പഴയ രീതിയിലുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാർ തന്നെയാണ്.
ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു ഉസ്താദേ തആല അതിട്ടെന്നില്ലല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോമ്പിന്റെ നോമ്പിന് 8 തരാം. ഇതങ്ങ് പോകും, പിന്നെ അതങ്ങ് മറന്നു. നിങ്ങളുടെ ക്ലാസ് തന്നെ അഞ്ചോളം ചിലപ്പോൾ മറന്നു. ഇൻഷാ അല്ലാഹ്.